Thank you, Dr. Partha Chakrabarti. Thank you, Dr. Dhanesh. Thank you all doctors in English session. നമസ്കാരം. IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1405 ദിവസം ഇന്ന് മലയാളം സെഷനിൽ തിമിര ചികിത്സയും കുറിച്ചുള്ള തിമിരവും ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ള വിഷയത്തിൽ ചർച്ചയാണ്. അപ്പൊ ഈ ഇന്നത്തെ ചർച്ചയിൽ എല്ലാ ഡോക്ടേഴ്സും സജീവമായി പങ്കെടുക്കണം. അതിനുവേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും തന്നെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. തിമിര ചികിത്സയെ കുറിച്ച് ആമുഖമായി എന്താണ് ധനേഷ് ഡോക്ടർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. അതിനുവേണ്ടി ഞാൻ ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കും. നന്ദി ശൈല ഡോക്ടറെ. നമ്മുടെ IFPH നിരന്തരം ചർച്ചകളിലോട്ട് പോകുന്നത് വളരെ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നലെ നമ്മുടെ ഈ വേദിയിൽ തന്നെ വളരെ ശക്തമായ ഒരു ചർച്ചയാണ് ഭാഗ്യലക്ഷ്മി ഡോക്ടറെ നേതൃത്വത്തിൽ നടന്നത്. അത് ഇതുപോലുള്ള ചർച്ചകൾ തീർച്ചും നമ്മുടെ ഹോമിയോപ്പതി സമൂഹത്തിന് മൊത്തത്തിൽ ഗുണകരമാണ്. ഡോക്ടർമാർക്ക് ഗുണകരമാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് പോലും അത് കേട്ടിരുന്നാൽ അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവും. കാരണം ഇന്ന് എനിക്ക് ഒരു പേഷ്യൻ്റ് ഒരു മെസ്സേജ് അയച്ചു, ഡോക്ടറെ കാറ്ററാക്റ്റിന് ചികിത്സയുണ്ടോ, തിമിരത്തിന് ചികിത്സ? ചോദ്യം ഇതാണ്. ഞാൻ ഒറ്റ റിപ്ലൈ കൊടുത്തുള്ളൂ. നമ്മുടെ ഇന്നത്തെ പോസ്റ്റർ, ഇന്നത്തെ നമ്മുടെ ഫ്ലെയർ അയച്ചു കൊടുത്തു. ഇന്നത്തെ ചർച്ച തന്നെ അതായിരുന്നല്ലോ. അപ്പോൾ ഹോമിയോപ്പതി ചികിത്സയുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ നമ്മൾ എല്ലാവരുടെ മുമ്പിലും ഹാജരാക്കാൻ പറ്റുന്ന സമയത്ത് ഹാജരാക്കുക തന്നെ വേണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഹോമിയോപ്പതി വളരുകയും വികസിക്കുകയും ചെയ്യുന്നത്. പിന്നെ കാറ്ററാക്ട് എല്ലാവർക്കും അറിയാം. കാറ്ററാക്ട് വന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും സർജറി ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇന്നിപ്പം എല്ലാ മേഖലയിലും നമുക്ക് കാണുന്നതാണ്. സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ വെക്കുക, എന്നിട്ട് അതുവഴി കൊണ്ടുപോയി അപ്പം തന്നെ സർജറി ചെയ്യുക. എന്നാൽ ഇതിനെക്കുറിച്ച് ഭയപ്പാടും അല്ലെങ്കിൽ സർജറി പേടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതല്ല, സർജറി ഇപ്പോഴേ ചെയ്യേണ്ട കാര്യമില്ല, മറ്റെന്തെങ്കിലും ഒരു ചികിത്സ ഉണ്ടോ നോക്കാം, അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തോ, അതല്ലെങ്കിൽ ഇങ്ങനെ ആരുടെയെങ്കിലും എവിടെയെങ്കിലും കല്യാണത്തിനോ വിശേഷ ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഒത്തുകൂടുമ്പോൾ എനിക്കിങ്ങനെ സർജറി പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ തിരുതിയിൽ സർജറി ചെയ്യുന്നത്? അതിൽ ഹോമിയോപ്പതി ചികിത്സയുണ്ടല്ലോ, അത് ഞങ്ങളുടെ അടുത്ത് ഇന്നൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ ഒന്ന് കണ്ടുകൂടെ? അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ആശുപത്രി, അവിടെ ഇതിനൊക്കെയുള്ള മരുന്നുണ്ട്, അവിടെ ഒന്ന് ചെന്നുകൂടെ? ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും പലരും ഇതൊക്കെ അറിയുന്നത്. അങ്ങനെ അറിയും തോറും ആൾക്കാർ ഇതിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് നമ്മുടെയൊക്കെ മുമ്പിൽ പേഷ്യൻസ് എത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കുട്ടികളെ ചികിത്സിക്കുന്നതിനിടയിലോ അതല്ലെങ്കിൽ വേറെ കുടുംബത്തിലെ ആരെങ്കിലും ചികിത്സിക്കുന്നതിനിടയിലോ ചിലപ്പം അബദ്ധത്തിൽ അവരും ചോദിക്കും, ഡോക്ടറെ ഈ കാറ്ററാക്റ്റിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചികിത്സയുണ്ടോ? അപ്പോൾ തീർച്ചയായും ഹോമിയോപ്പതി ചികിത്സ ഉണ്ടെന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാനാവണം. തീർച്ചയായും നമുക്ക് ചികിത്സ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയാനാവുന്നത്. കാരണം ഇതെന്താണ്, എങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ പറയുമ്പോൾ കാഴ്ചയ്ക്ക് മങ്ങലേക്കുക. അപ്പോൾ അത് പകൽ വെളിച്ചത്തിൽ നമുക്ക് ഒരുവിധം കാണാം, പക്ഷെ രാത്രി ഇരുട്ടത്താകുമ്പോഴത്തേക്ക് തീരെ കാണാൻ പറ്റാത്തൊരവസ്ഥ വരിക. അതുപോലെ തന്നെ കണ്ണിന് മുമ്പിൽ മൂടൽ മഞ്ഞ് പിടിച്ചതുപോലെ ഇരിക്കുന്ന ഒരവസ്ഥ വരിക. അതുപോലെ തന്നെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ വെട്ടത്തിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഹോളോ, ഒരു ചെറിയൊരു സുഷിരം പോലെ അല്ലെ ദ്വാരം പോലെ അങ്ങനെ കാണുന്നൊരവസ്ഥ വരിക. പിന്നെ നമുക്ക് പകല് വായിക്കാം, രാത്രി വായിക്കാൻ പറ്റാതെ വരിക. അതുപോലെ തന്നെ ഒരു വെട്ടത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ ഗ്ലെയർ കാണുക, ചിലപ്പം ഡബിൾ വിഷൻ പോലെ തോന്നുക, ഒരു കണ്ണിൽ അങ്ങനെ തോന്നുക. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഇത് കാണാം. എന്നാൽ ചില ആൾക്കാർക്ക് തലവേദന വരുമ്പോൾ, കാറ്ററാക്ട് വരുമ്പോൾ അതിനോടനുബന്ധിച്ച് തലവേദന വന്നാലും നമ്മൾ എന്ത് വന്നാലും നമ്മളത് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കാറ്ററാക്ട് ആണ് അല്ലെ തിമിരമാണെന്ന് ഒഫീഷ്യലായിട്ട് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അത് സയന്റിഫിക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യിക്കാൻ ബാധ്യസ്ഥരാണ്. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് വെച്ചാൽ കണ്ണിൻ്റെ ലെൻസിന് അകത്ത് ഇതുപോലുള്ള ഫൈബേഴ്സിനും അതുപോലെ തന്നെ
പ്രോട്ടീൻ്റെ ഒക്കെ അളവ് കുറയുമ്പോൾ സെല്ല് വീക്കാകുകയും ഈ സെല്ല് നശിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് കണ്ണിൻ്റെ കാഴ്ചയെ അത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കണ്ണിൻ്റെ അകത്ത് ഫൈബേഴ്സും അതുപോലെ തന്നെ പ്രോട്ടീനും ഒക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണക്രമവും നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സാധാരണഗതിയിൽ നല്ല പോലുള്ള വെജിറ്റബിൾസ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്, ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാർക്ക് കാറ്ററാക്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കാറ്ററാക്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. ചില കുട്ടികൾക്ക് തന്നെ ചിലപ്പോൾ ചെറുപ്രായത്തിലേ കാണാറുണ്ട്. അപ്പം അതിൻ്റെ കാരണം അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ രണ്ടുപേർക്കും കാറ്ററാക്ട് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ കാറ്ററാക്ട് വരുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഐബോളിൻ്റെ നടുക്ക് ഭാഗത്ത് വരുന്ന പ്രശ്നം കൊണ്ട് വരുന്നതുകൊണ്ട്, കണ്ണിൻ്റെ ഐബോളിൻ്റെ ചുറ്റും വരുന്നതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്, ഐബാളിൻ്റെ പുറകിൽ വരുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്, മുൻപിൽ വരുന്ന പ്രശ്നം. അപ്പം ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകം പേരൊക്കെ ഇട്ട് വിളിക്കാറുണ്ടെങ്കിലും നമുക്കിപ്പോൾ അതിലത്ര വലിയ കാര്യമില്ല. പക്ഷെ ഹോമിയോപ്പതിയിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം, ഇപ്പോൾ സ്വാഭാവികമായിട്ടും മിക്കവാറും പേര് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് സിനറേറിയ മറൈ. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കാണുന്നുമുണ്ട്. അപ്പം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഈ മെഡിസിൻ നമ്മളുടെ ഒരു കണ്ണിന് അതൊരു നറിഷ്മെന്റ് പോലെ പോലും വർക്ക് ചെയ്യുന്നതായിട്ടാണ് പലരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള റിസൾട്ടുകൾ വർഷങ്ങളോളം 10-20 വർഷമായിട്ട് നിരന്തരം ഉപയോഗിച്ചിട്ടും ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. പക്ഷേ പലരും ഇങ്ങനെ ഇത് ഉണ്ടോ എന്ന് ചോദിച്ചു വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന്. ഒരിക്കലും നേരിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കണം നിർബന്ധമില്ല. അതുപോലെ തന്നെയാണ് ഈ കേസിൽ നമ്മൾ ശരിക്കും ഹോമിയോപ്പതി ഡോക്ടർമാരാകുമ്പോൾ ഇപ്പോൾ വലത്തെ കണ്ണിലാണ് കാറ്ററാക്ട് വരുന്നെങ്കിൽ ആ റൈറ്റ് സൈഡ് മെഡിസിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് പ്രശ്നം വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന മെഡിസിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം റൈറ്റിൽ വന്നിട്ട് ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള മെഡിസിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നേരെ മറിച്ച് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് റൈറ്റിലോട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെ അതേപോലെ തന്നെ ഒരേപോലെയാണ് വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അതുപോലെ പകല് പൊതുവെ ഇത് കോമൺ സിംറ്റം ആണ്, കാറ്ററാക്റ്റിന്റെ കോമൺ സിംറ്റം ആണ് രാത്രിയിൽ ബുദ്ധിമുട്ട് കൂടുക എന്ന് പറയുമ്പോൾ. പക്ഷെ അത് വളരെ ഇന്റൻസ് ആയിട്ട് ഒരു രോഗി പറയുകയാണെങ്കിൽ നമുക്ക് നൈറ്റ് അഗ്രവേഷൻ എന്നുള്ള പക്ഷെ അത് നമ്മൾ സാധാരണ ഹോമിയോപ്പതിയിൽ പറയുന്നത് കോമൺ സിംറ്റംസ് മൈനസ് ഡിസീസ് സിംറ്റം എന്നാണ്. അപ്പോൾ ഇതൊരു കോമൺ സിംറ്റം ആണ്. കാറ്ററാക്റ്റുള്ള എല്ലാ രോഗികളുടെയും കോമൺ സിംറ്റംസ് ആണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ അതെല്ലാം നമ്മൾ മൈനസ് ചെയ്യുമ്പോഴാണ് ആ രോഗിയുടെ മാത്രമായിട്ടുള്ള സിംറ്റം കിട്ടുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും റൈറ്റ് സൈഡിൽ വരുന്ന മെഡിസിൻ ഞാനത് എടുത്ത് പറയുന്നില്ല, അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ കുറേ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ സൈഡ് വെച്ചും അതുപോലെ തന്നെ അയാൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട്, ഇത് ഹോളോ എന്ന് പറയുന്ന എല്ലാവർക്കും അതുണ്ടാവണമെന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ട് കോമൺ ആയിട്ട് അല്ലാതെ എന്ത് കാണുന്നോ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ രീതിയിൽ ഒരു മെഡിസിൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഫലപ്രദമായിരിക്കും. അപ്പം ഇങ്ങനെ എന്തുകൊണ്ടും നമുക്ക് ഹോമിയോപ്പതി മരുന്ന് ഫലപ്രദമാണ്. അതുപോലെ തന്നെ അവർ വായിക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്പെക്ടക്കിൾസ് വെക്കുന്നത് നന്നായിരിക്കും. വെയിൽ കൊള്ളുന്ന അത് കഴിയുന്നത് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഒത്തിരി വെയിൽ കൊണ്ടാൽ ഈ കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ സൺഗ്ലാസുകൾ വെക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഇത് നമ്മളൊരു ഹോമിയോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് ഇതൊന്നും വെച്ചുകൂടാ എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ തീർച്ചയായും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളിപ്പോൾ മഴയുള്ളപ്പോൾ ഒരു കുട പിടിച്ച് പോകണമെന്ന് പറയുന്ന പോലെ നമുക്കിത് ഇതുപോലുള്ള മാനേജ്മെന്റ് കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നല്ല രീതിയിൽ കാറ്ററാക്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതി ബയോകെമിക് മെഡിസിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിനകത്ത് പിന്നെ കാറ്ററാക്റ്റിൽ എന്തൊക്കെയാണ് നാച്ചുറൽ റെമഡീസിൽ പറയാനുള്ളതെന്നുള്ളത് അതും അറിയാവുന്ന ആൾക്കാർ ഈ വേദിയിൽ പങ്കുവെക്കുകയാണെങ്കിൽ ഇതൊരു നല്ല സെഷനായിട്ട് മാറും. ഇത്രയൊക്കെയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഡോക്ടർ മ്യൂട്ടാണേ. ഓക്കെ. നന്ദി ധനേഷ് ഡോക്ടറെ. ഡോക്ടർ മരുന്നൊന്നും പറഞ്ഞില്ല, അത് ചർച്ചയിൽ വരും എന്നുള്ളത് കൊണ്ട്
അപ്പൊ എന്തായാലും ഡോക്ടർ അതിനെക്കുറിച്ച് ആമുഖമായി നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ചു. ഇപ്പൊ ഇനി ഓരോ കേസുകളോ അല്ലെങ്കിൽ ഏതൊക്കെ മരുന്നാണ് ലാക്കേസിസ്, ലൈക്കോപോഡിയം, മറ്റ് ഓരോ റൈറ്റ് സൈഡ് മെഡിസിൻ, അതെല്ലാം ധനേഷ് ഡോക്ടർ പറയാതെ പറഞ്ഞു പോയി. ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും ഒക്കെ ഒരു ക്ലിയറായി മെഡിസിൻ അനുഭവത്തിൽ കൂടി ഇന്ന മെഡിസിൻ കൊടുത്ത റൈറ്റ് സൈഡ് മെഡിസിൻ കാറ്ററാക്റ്റിന് ഏതൊക്കെ ഉപയോഗിക്കാം, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഇന്നത് എന്നൊക്കെ ഓരോരുത്തരും ഓരോ ഡോക്ടർമാരും ചർച്ചയിൽ പങ്കെടുത്ത് കറക്റ്റായിട്ട് മെഡിസിനുകളെല്ലാം പറഞ്ഞാൽ അത് മറ്റ് എല്ലാവർക്കും പ്രയോജനം ചെയ്യും. അപ്പൊ എല്ലാവരും സജീവമായി ചർച്ചയിൽ പങ്കെടുക്കുക. ശാന്താചന്ദ്രൻ മാഡം ഉണ്ട്, മറ്റ് ഡോക്ടേഴ്സ് ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. ആരെങ്കിലും ഒക്കെ ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണം. എല്ലാരും ഹാൻഡ് റൈസ് ചെയ്ത് തന്നെ വീഡിയോ ഓൺ ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കണം. ഓക്കെ, ശോഭന ഡോക്ടർ ശോഭന ഹാൻഡ് റൈസ് നേരിട്ട് ലൈവായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഇനി അൺമ്യൂട്ട് ചെയ്തേ, വീഡിയോ അൺമ്യൂട്ട് ചെയ്തേ, കേൾക്കുന്നില്ല. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത്. ശോഭന ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട്. അവിടെ ഇല്ല, ഇവിടെ. ഡോക്ടർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ചെയ്യാൻ പറ്റുന്നില്ലേ? പോസ്റ്റ് ആക്കാക്കുന്നു. എനിക്ക് പേഷ്യൻസ് കാറ്ററാക്റ്റിനൊന്നും വന്നിട്ടില്ല. കുറച്ച് മെഡിസിൻസ് പറയാം, അത്രേ ഉള്ളൂ. എന്നാ പറഞ്ഞേട്ടെ. എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ വന്നതിന് ശേഷമാണ് കാറ്ററാക്റ്റ് വരുന്നെങ്കിൽ കോണിയം നല്ലതാണ്, ടെലൂറിയം നല്ലതാണ്, റൂട്ട നല്ലതാണ്. ഓൾഡ് ഏജിലാണെങ്കിൽ കൽക്കേരിയ ഫ്ലോർ, ഫോസ്ഫറസ്, സൈലീഷ്യ നല്ലതാണ്. പിന്നെ അധികം ഉപ്പ് ഇങ്ങനെയുള്ള പേഷ്യൻസ് ഉപയോഗിക്കാതിരിക്കുന്നത്, ഷുഗർ ഒക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെള്ളമാണെങ്കിലും നല്ല വെള്ളമായിരിക്കണം. ഹാർഡ് വാട്ടർ കൊണ്ടും കാറ്ററാക്റ്റ് വരാം. കേട്ടോ? കേൾക്കുന്നുണ്ട്. കഴിഞ്ഞോ? അതേ ഇനി പറയാനുണ്ടോ? കാറ്ററാക്റ്റ് കേസുകൾ മറ്റേ സിനറേറിയ ഉപയോഗിക്കാറുണ്ടോ? എനിക്ക് പേഷ്യൻസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ പേഷ്യൻസ് ഇല്ല. അതുപോലെ സിക്കലിക്കോർ, നൈട്രമോർ ഒക്കെ നല്ല മെഡിസിൻസ് ആണ് ഇതിനു വേണ്ടി. എനിക്ക് കാറ്ററാക്റ്റ് പേഷ്യന്റ് വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, എന്നാലും കുറച്ച് മെഡിസിൻസ് ഒക്കെ ഡോക്ടർ ശോഭ പറഞ്ഞു. അടുത്ത ശോഭന. ഡോക്ടറെ സംസാരിച്ചോളൂ. ഡോക്ടർ ശോഭന. ഞാൻ തന്നെയാണോ? അല്ല ശോഭ, ഇത് വേറൊരു ശോഭന KR ഡോക്ടർ ഉണ്ട്. അത് ഈ ശോഭന KR ആണെന്ന് തോന്നുന്നു. ഏത്? രണ്ടും ഒരാള്. പറഞ്ഞ ശോഭന തന്നെയാണെന്നാ തോന്നുന്നത്. ശരി. നൈട്രം സൾഫ് നല്ലതാ ഈ ഇതിനു വേണ്ടി. നൈട്രം 6X ടിഷ്യൂ റെമഡീസ്. ഓക്കെ. അല്ല, ഇത്ര നേരം എനിക്കൊരു എന്റെ ഒരു ഡൗട്ട് ചെയ്യാന്ന് ചോദിച്ചോട്ടെ. ശോഭ ഡോക്ടറാണോ ശോഭന ഡോക്ടറാണോ ഇത്ര നേരം സംസാരിച്ചത്? ഈ ശോഭയെന്ന് തന്നെ എല്ലാരും ചിലര് വിളിക്കും, ചിലര് ശോഭനയെന്ന് വിളിക്കും. എന്തായാലും ശോഭന KR ആണ് ഇത്. ആണ്. വീഡിയോ ഒന്ന് ഓൺ ചെയ്യൂ, ഒരു സെക്കൻഡ്. ഞാൻ വിചാരിച്ച ശോഭനയാണോന്ന് അറിയാൻ. ഓണാക്കാൻ എന്തോ ഫോണിന് കുഴപ്പമുണ്ട്. ഓക്കെ ഡോക്ടറെ. അല്ല, വേറൊരു ശോഭ ഡോക്ടറെയും കാണുന്നുണ്ട്. ശോഭയുണ്ട് ഇതില്. ഇത് ശോഭന ഡോക്ടർ എല്ലാ ദിവസവും നമ്മള് ഇതില് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ഡോക്ടർ അല്ലേ? അത് തന്നെ.
ഇനി വേറൊരു ശോഭയുണ്ട്, ഡോക്ടർ ശോഭയുണ്ട്. ഇനി ശോഭയാണോ പറഞ്ഞതെന്ന് ഞാൻ സംശയിച്ചു. ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ റെഡിയായിരിക്കുന്ന ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഞങ്ങള് ഈ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുമ്പം വർഷാവർഷം മരുന്നിന്റെ പ്രോജക്റ്റിന് നല്ലൊരു എണ്ണം സിനറേറിയ ഐ ഡ്രോപ്സ് നമുക്ക് കിട്ടാറുണ്ട്. അതെല്ലാം ആളുകള് ചൂടപ്പം പോലെയാണ് വാങ്ങിച്ചോണ്ട് പോയി, അവസാനം പിന്നെ വഴക്കാവും തീരുമ്പോ ഇല്ലെങ്കിലും വാങ്ങിച്ചോണ്ട് പോയി സിനറേറിയ കണ്ണിൽ ഒഴിക്കാറുണ്ട്. ഒരുപാട് പേർക്കും ജനപ്രിയമായിട്ടുള്ള ഒരു ഐലോഷനാണ് ഈ സിനറേറിയ. അപ്പൊ അത് നല്ല ഫലവത്തായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ആൾക്കാർ ഇത് വാങ്ങിച്ചുകൊണ്ട് പോണത്. അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ അവരുടെ ഇൻഡിക്കേറ്റഡ് മെഡിസിനൂടെ കൊടുക്കുമ്പം തീർച്ചയായിട്ടും ഇത്തിരൂടെ അത് സ്പീഡിൽ കുറയും. എന്നാലും ആളുകൾക്ക് അത് അങ്ങനെ ഒരു വിഭാഗം ഉണ്ട്. എന്നാൽ പോലും ഒരു മെജോറിറ്റി വീണ്ടും ഈ ഓപ്പറേഷന് തന്നെ ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ഓപ്പറേഷന് വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് കണ്ടു വെച്ചു കൊടുക്കുന്ന മനുഷ്യരും ഉണ്ട്. ഇതൊന്നും പരീക്ഷിക്കാതെ അല്ലെ ഹോമിയോപ്പതി ചികിത്സ തേടാതെ എല്ലാ അലോപ്പതിയിലേ ഉള്ളൂ എന്നും പറഞ്ഞ് സൗജന്യമാണെങ്കിൽ അതും മാക്സിമം പ്രയോജനപ്പെടുത്താമെന്നും പറഞ്ഞു ഈ കണ്ണ് ഓപ്പറേഷന് പോയി ചിലപ്പം അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് കൊണ്ട് പല പ്രശ്നങ്ങളും രോഗികൾ വന്ന് പറയാറുണ്ട്. ചിലർക്ക് കാഴ്ച തന്നെ പോയവരുണ്ട്, ഞരമ്പ് വീക്കായി പോയവരുണ്ട്, ഓപ്പറേഷൻ ചെയ്തിട്ടും കാഴ്ച കിട്ടാത്തവരുണ്ട്. വീണ്ടും ഉടനെ 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ വീണ്ടും തിമിരം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും കാണാറുണ്ട്. അപ്പൊ നമ്മളൊരു ബോധവൽക്കരണവും കൂടെ ഈ നേരത്തെ ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ നല്ല മരുന്നുകൾ ഉണ്ടെന്നും കണ്ണിലൊഴിക്കാൻ നല്ല ഐലോഷൻ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണെന്നും ഉള്ള ഒരു ബോധവൽക്കരണവും കൂടെ നമ്മൾ അടുത്ത് വരുന്ന പേഷ്യൻസിന് കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി തിമിര ചികിത്സയെ കുറിച്ച് കൂടുതലും ഷുഗർ ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്കാണ് കൂടുതലും ഇങ്ങനെ കാറ്ററാക്റ്റിന്റെ പ്രശ്നം കാണാറുള്ളത്. എന്നാൽ വിശ്വാസമുള്ളവർ ഐലോഷനൊക്കെ ഒഴിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നവർക്ക് നല്ല വ്യത്യാസവും കാണാറുണ്ട്. ഇനി ആർക്കെങ്കിലും ലതാ മനോഹരൻ ഡോക്ടറുണ്ട്, എന്ത് പറയുന്നു തിമിര ചികിത്സയെ കുറിച്ച്? ലതാ മനോഹരൻ ഡോക്ടറുണ്ടോ? ഡോക്ടറെ നമസ്കാരം. എനിക്ക് നമസ്കാരം. ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ ഞാൻ എല്ലാം മറന്നുപോയി. ഒന്നും ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഓർമ്മശക്തി അത്ര പോരാ. അതുകൊണ്ട് എനിക്ക് അത് പറയാൻ പറ്റുന്നില്ല. കാൽക്കേരിയ ഫ്ലോർ ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഫോസ്ഫറസ് ഒക്കെയാണ് എൻ്റെ മനസ്സിലിപ്പം വരുന്നത്. ഒത്തിരി പേഷ്യൻസിനെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നേരത്തെ. ഒരു 25 വർഷത്തിന് മുമ്പാണ് ഞാൻ പ്രാക്ടീസിൽ ലൈവായിട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം അത്ര ഇടയ്ക്ക് വല്ല രോഗികളെ നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഡോക്യുമെന്റേഷനിൽ ഞാനിപ്പം ഡോക്ടർ വിളിച്ചപ്പോൾ എനിക്ക് പറയാൻ ഏറ്റവും വലിയ ഒരു ആവശ്യമായിട്ട് തോന്നുന്ന, നമുക്കൊരു ഡോക്യുമെന്റേഷൻ പോലെ ആക്കണമെങ്കിൽ നേരത്തെ ഇംഗ്ലീഷ് സെക്ഷനിൽ നമുക്ക് ആ ഡോക്ടർ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കേസ് ടേക്കിങ്ങിന്റെ ഒരു ഫോർമാറ്റ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അതിനകത്ത് തിരിച്ചു തന്നെ ഐയുടെ പ്രോബ്ലം ഉള്ളവർക്ക് അതൊരു ഒരു പ്രത്യേക കോളം, അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസീസിനും കണ്ടീഷനും എല്ലാം ജനറലും കോമണും അങ്ങനെ സിംറ്റം കറക്റ്റായിട്ട് എല്ലാം വരുന്ന വിധത്തിൽ നമുക്ക് എവിടെയും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ഫോർമാറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. നമുക്കത് എളുപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്ന് വളരെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഡോക്ടേഴ്സ് അതിൻ്റെ ഒന്ന് ശ്രമിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ മെഡിസിൻ ഒന്നും പറയാൻ എൻ്റെ ഓർമ്മയിലോട്ട് അധികം വരുന്നില്ല ഡോക്ടറെ, ഞാൻ കേൾക്കാന്നോർത്തായിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, താങ്ക് യു ഡോക്ടറെ. ശരി ഓക്കെ ഡോക്ടർ. ഓക്കെ. എന്നാലും വന്ന് അതിനെ റെസ്പോണ്ട് ചെയ്ത് ഇത്രയും പറഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു ഡോക്ടർ. ഓക്കെ. ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ
കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മെഡിസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ശാന്തചന്ദ്രൻ മാഡം ഉണ്ട്. ശാന്തചന്ദ്രൻ മാഡം ഉണ്ടോ? ആ മാഡം. എനിക്ക് അങ്ങനെ ഗുഡ് ഈവനിങ് എല്ലാവരോടും. സന്തോഷം എന്നെ വിളിച്ചതില്. എനിക്ക് ഒത്തിരി അങ്ങനെ കേസ് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല. എന്നാലും സ്വന്തമായിട്ട് തന്നെ കഴിച്ച നമ്മള് നമ്പൂതിരി ഡോക്ടർ ഒരിക്കൽ കണ്ണിനെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോഴേ പിന്നെ ഈ കാറ്ററാക്റ്റിന് റൂട്ട CM കൊടുക്കാൻ പറഞ്ഞു. റൂട്ട CM-ഉം കൽക്കേരിയ ഫ്ലൂർ CM ആണ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അതിങ്ങനെ മന്ത്ലി വൺസ് ആയിട്ട് ഞാൻ എന്റെ അടുത്ത് വന്ന 2-3 പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ സിനറേറിയം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ സർജറിക്കൊന്നും പോയതായിട്ട് അറിവില്ല. ഞാനും സ്വന്തമായിട്ട് അത് തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഞാൻ അതിന്റെ കൂടെ ഈ കണ്ണിന്റെ എക്സസൈസും കൂടെ പറയും. നമ്മള് കണ്ണ് മുകളിലേക്ക് നോക്കുക, താഴത്തേക്ക് 2 സൈഡിലേക്കും, പിന്നെ കണ്ണിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന അതും കൂടെ പറയാറുണ്ട് ഞാൻ നമ്മുടെ വരുന്ന പേഷ്യൻസിന്റെ അടുക്ക. ഇപ്പൊ ശൈല പറഞ്ഞ പോലെ പേഷ്യന്റ് വന്നിട്ട് ചോദിക്കുന്ന ഡോക്ടറെ സിനറേറിയ ഉണ്ടോ എന്ന് ചോദിച്ചോണ്ടാ വരിക. ഐ ഡ്രോപ്സ് സിനറേറിയ. അപ്പൊ അതൊരു കോമൺ നമ്മളൊരു ഇതിന്റെ കാറ്ററാക്റ്റിന്റെ മെഡിസിൻ ആയിട്ട് പബ്ലിക് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു കേസ്. സിനറേറിയ ഉണ്ടോ എന്ന് ചോദിച്ചോണ്ടാ വരിക. അപ്പൊ നമ്മൾ പറയും. അപ്പൊ പിന്നെ കണ്ണിന്റെ മൂടലുണ്ട്, കണ്ണിന് വേദനയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് മരുന്നും കൂടെ തരട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്നാ തരാൻ പറയും. അപ്പൊ അങ്ങനെ കൊടുത്തു. പിന്നെ ഇപ്പൊ എന്റെ അടുത്ത് തന്നെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്. അവിടെ ഐ സ്പെഷ്യലിസ്റ്റും എല്ലാവരും ഉണ്ട്. ഇപ്പൊ അവിടെ നോക്കിയിട്ട് വരാറുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്ന് സിനറേറിയ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ മരുന്ന് തരുന്നതും ഇടുന്നതും അല്ല, നിങ്ങൾ പോയി ചെക്ക് ചെയ്യും കൂടെ വേണമെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തിട്ട് വരാം, എനിക്ക് മോഡലൊക്കെ കുറവുണ്ട് ഡോക്ടർ. ഞാൻ പറഞ്ഞു അത് എത്ര ഉണ്ടെന്ന് നമ്മളൊന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ ഈ കൽക്കേരിയ ഫ്ലൂർ CM-ഉം റൂട്ട CM-ഉം ഓൾട്ടർനേറ്റ് മന്ത്ലി വൺസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്റെ അനുഭവം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡത്തിന് ഞങ്ങളെ താങ്ക്സ്. അപ്പോഴേ മാഡത്തിന്റെ 2 മെഡിസിൻ തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കും. റൂട്ട CM-ഉം കൽക്കേരിയ ഫ്ലോർ CM-ഉം. അപ്പൊ ഓർണമെന്റ് NM-ഉം ഒന്നും അല്ല. അന്ന് ഡോക്ടർ പറഞ്ഞു, നമ്പൂതിരി ഡോക്ടർ പറഞ്ഞ് CM ആണ് പറഞ്ഞത്. ഓക്കെ, അത് തന്നെയാ കൊടുക്കല്. ഓക്കെ. ലതാ മനോഹരൻ ഡോക്ടർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തല്ലോ, എന്താണ്? ഡോക്ടറെ, എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എക്സർസൈസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് എക്സർസൈസ് ഈ കണ്ണിന് വേണ്ടിയിട്ട് നല്ല എക്സർസൈസ് ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ഈ നമ്മുടെ ഐബ്രോസിന്റെ മേളിലായിട്ട് ഇങ്ങനെ വിരലുകൊണ്ട്, ചൂണ്ട് വിരലുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നു. ഇങ്ങനെ ക്ലോക്ക് വൈസ് ആദ്യം, പിന്നെ ആന്റി ക്ലോക്ക് വൈസ്, അങ്ങനെ 2 വിധത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്നിട്ട് ഈ സൈഡിലായിട്ട് പിരിയത്തിന്റെ ഏറ്റവും അറ്റത്തല്ല, അതിന് തൊട്ട് മേളിലായിട്ട് ആ ബോണി പോയിന്റിൽ അതും അവിടെ ഇതുപോലെ തന്നെ റൈറ്റ് വലത്തോട്ടും ഇടത്തോട്ടും. ദെൻ പിന്നെ ഈ പോയിന്റാണ് അവിടെ ഇങ്ങനെ തന്നെ. അതൊരു 3 പ്രാവശ്യം ആദ്യം തുടങ്ങണം ക്ലോക്ക് വൈസ്, പിന്നെ ആന്റി ക്ലോക്ക് വൈസ് 3, പിന്നെ അത് 5 ആക്കാം. 5 ഒരു 10 വരെ ആക്കാം, കൂടുതൽ കംപ്ലൈന്റ് ഉള്ളവർക്ക്. പിന്നെ നേരെ ഇവിടെ ഒരു ബോണി പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ ഇതുപോലെ തന്നെ കൈവച്ച് റൈറ്റ് സൈഡ് പിന്നെ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. പിന്നെ അതേ ഈ എൻഡിലാണ് നമ്മുടെ ടിയർ ഗ്ലാൻഡിന്റെ ടിയേഴ്സ് ഗ്ലാൻഡിന്റെ തൊട്ട് അകത്തായിട്ട് അതിന്റെ മേളിലായിട്ട് കൈവച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട്, അവിടെ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം ഒരു തരത്തിൽ മാത്രം ക്ലോക്ക് വൈസ് മാത്രം ചെയ്താൽ മതി. അത് വളരെ സോഫ്റ്റ് ആയിരിക്കണം. പിന്നെ വിരൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നേരെ ആ വിരലിലോട്ട് മാത്രം ഇങ്ങനെ നോക്കുക, അതിങ്ങനെ കൊണ്ടുവരും. പിന്നെ അങ്ങനെ ഫ്രണ്ടിലോട്ട് എടുക്കുക, പിന്നെ അകത്തോട്ട് കൊണ്ടുവരും. അങ്ങനെ
ഇതൊരെണ്ണം. പിന്നെ നമ്മുടെ കണ്ണ് പ്ലസ് മേളോട്ട് ഐവാള് കൊണ്ടുപോവുക, താഴത്തോട്ട് കൊണ്ടുവരും. പിന്നെ സൈഡ് പ്ലസ് ഇടുന്നതിന്റെ ആ ക്രോസ് ഇങ്ങനെ കൊണ്ടുപോകുക. പിന്നെ ഇൻറ്റു ഇടണം. മേളിലോട്ട് ഈ സൈഡിൽ നോക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി താഴത്തോട്ട് ഓപ്പോസിറ്റ് സൈഡ്. അങ്ങനെ 3 പ്രാവശ്യം, പിന്നെ 5 പ്രാവശ്യം വരെ ചെയ്യണം. പിന്നെ നേരെ മറ്റേ കണ്ണിന്റെ മേളിലോട്ട് ഇൻറ്റു ഇടുക. അത് 3 പ്രാവശ്യം. പിന്നെ തിരിച്ചു അത് 3 പ്രാവശ്യം ചെയ്യുക. ഓക്കെ. ദെൻ പിന്നെ റൗണ്ട് ചെയ്യുകയാണ്. ഈ നമ്മുടെ കണ്ണിന്റെ ഒരു ഫ്രണ്ടിലായിട്ട് നമ്മൾ ഒരു ചതുരം കാണുക. ചതുരം കണ്ടിട്ട് നേരെ മേളിലോട്ട് പോവുക, ആ ചതുരത്തിന്റെ താഴത്തോട്ട് പോവുക, പിന്നെ ഈ വശത്തോട്ട് പോവുക, മേളിലോട്ട് പോവുക, മേളിലോട്ട് പോവുക. അത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചെയ്യണം. പിന്നെ ആദ്യം പിന്നെ ചതുരം ഇട്ടതിന് ശേഷം സർക്കിൾ ഇടാം, റൗണ്ട് ചെയ്യണം. ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇപ്പൊ ഓർമ്മയിൽ വന്നത്. നമുക്കിവിടെ പറഞ്ഞേക്കാന്ന് ഓർത്ത്, സമയം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ശരി ശരി ശൈല ഡോക്ടറെ. അപ്പം ഇത്രയും എക്സസൈസ് ആണ് നമുക്ക് കണ്ണിന്റെ കാര്യത്തിൽ നമുക്ക് തുടർന്ന് പോകാവുന്നത്. ഇത് വളരെ നല്ലൊരു എക്സർസൈസ് ആണ്. ഈ പോയിന്റ് എല്ലാം നമ്മളുടെ കണ്ണിന്റെ എല്ലാ ആരോഗ്യത്തിനും, കാറ്ററാക്റ്റിന് മാത്രമല്ല, പിന്നെ ഓൾഡ് ഏജ് വരുന്നതിന് അത് സ്ലോ ഡൗൺ ചെയ്യാനും ഈ എക്സർസൈസുകളെല്ലാം സഹായിക്കും. ഈ റൗണ്ട് ചെയ്യുന്നതും, പിന്നെ ഇൻറ്റു വെക്കുന്നതും, പ്ലസ് ചെയ്യുന്നതും, പിന്നെ ഈ പോയിന്റിലെല്ലാം ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്, ഈ പോയിന്റുകളെല്ലാം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ പറയാം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഒന്ന് കൈയൊന്ന് ഇങ്ങനെ ഒന്ന് പൊക്കിയാൽ മതി. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം ആ പോയിന്റുകൾ. ഒന്നുകൂടെ പറഞ്ഞേക്കാം, ആരും ഇതിന് വരാത്തതുകൊണ്ട്. അപ്പം ഈ 2 പോയിന്റാണ് ഐബ്രോസിന്റെ എൻഡ്. നേരെ വലത്തോട്ട് ക്ലോക്ക് വൈസ്, പിന്നെ ആന്റി ക്ലോക്ക് വൈസ്. പിന്നെ നേരെ ഇങ്ങോട്ട് പോയിട്ട് ഈ പ്രോമിനന്റ് ആയിട്ടുള്ള ആ ബോണി പോയിന്റിൽ അവിടെ ഇതുപോലെ തന്നെ. ദെൻ ഈ അറ്റത്ത് അവിടെ ഇതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്. ദെൻ ഇതിന്റെ താഴെ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. പിന്നെ ഇവിടെ അത് വളരെ സോഫ്റ്റ് ആയിട്ട്, പ്രഷർ കൊടുക്കാനേ പാടില്ല, വളരെ സോഫ്റ്റ് ആയിട്ട് അവിടെയും ചെയ്യുക. പിന്നെ പ്ലസ് ഇട്ട്, പിന്നെ ഇൻറ്റു ഇട്ട്, പിന്നെ ചതുരം ഇട്ട്, പിന്നെ സർക്കിൾ ഇട്ട്, അങ്ങനെ ആ ഒരു ലൈൻ ഇട്ടിട്ട് ഈ കണ്ണിങ്ങനെ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് കറക്കണം. ഇത്രയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. ശൈല ഡോക്ടറെ, അല്ലെ മറിയാമ്മ ഡോക്ടറെ? ശൈല ഡോക്ടർക്ക് കറണ്ട് പോയി. ശരി. നന്ദി ലത ഡോക്ടറെ. ഇനിയും എന്തെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ കയറാം ഡോക്ടറെ. ശരി. റൂട്ട് ആൻഡ് കാൽക്കേരിയ ഫ്ലോർ ഓൾട്ടർനേറ്റ് പെർ മന്ത് എന്നാണ് ഒന്ന്. പക്ഷെ മാഡം പറഞ്ഞത് വൺസിന്റെ മന്ത് കൊടുക്കുന്ന പറഞ്ഞത്. ആ ചോദ്യം ചന്ദ്രൻ ഡോക്ടർ അതിന് മറുപടി പറഞ്ഞത്. ഇല്ല, ശാന്തചന്ദ്രൻ ഡോക്ടർ ഉണ്ടോ? മെഡിസിൻ പറഞ്ഞത്. ശാന്തചന്ദ്രൻ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണം. ഞാൻ തന്നെ പറഞ്ഞു, എന്റെ ഇതല്ല, ഡോക്ടർ നമ്പൂതിരി ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഒരിക്കൽ ഒരു ക്ലാസ്സിൽ, IAPHന്റെ നേരത്തെ ഉള്ളൊരു ക്ലാസ്. ഓൾട്ടർനേറ്റ് മന്ത് ആണോന്നാ ചോദിച്ചേ. ഞാൻ അങ്ങനെയാ കൊടുത്തത്. ഈ മാസം റൂട്ട കൊടുത്ത അടുത്ത മാസം കാൽക്കേരിയ ഫ്ലോർ കൊടുക്കും. അതെ, അങ്ങനെ. പിന്നെ നമ്മള് ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ പോലെ, എക്സസൈസ് പറഞ്ഞ പോലെ, ഞാൻ ഈ കണ്ണിന്റെ എല്ലാ അസുഖങ്ങൾക്കും പറയുന്ന ഒരു കാര്യം കൂടെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ചെയ്യാം. ഞാൻ പറയാ, ഒത്തിരി പിന്നെ കണ്ണിനിപ്പൊ എല്ലാം കമ്പ്യൂട്ടറും ഫോണും ഒക്കെ വെച്ചിട്ട് ഒത്തിരി സ്ട്രെയിൻ ഉള്ള സമയമല്ലേ എല്ലാ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ. അപ്പൊ ഞാൻ ഈ ഷോർട്ട് സൈറ്റ് അങ്ങനെ കണ്ണട വെച്ച് പവർ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയാ, ഒരു കഷ്ണം
ക്യാരറ്റോ ഒരു കുക്കുംബറോ ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഫ്രീസറിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ അതൊരു കർച്ചീഫിൽ പൊതിഞ്ഞിട്ട് 2 കണ്ണിന്റെ മുകളിലും ഇങ്ങനെ അങ്ങ് വെക്കും. എന്നിട്ട് കണ്ണടച്ച് കിടക്കാൻ പറയും പിള്ളേരോട്, കുട്ടികളോട്. ഈ മൈഗ്രെയിൻ വരുന്ന കുട്ടികൾ കൂടുതൽ കണ്ണ് സ്ട്രെയിൻ ചെയ്തിട്ട് പിന്നെ ഷോർട്ട് സൈറ്റ് അങ്ങനെ കണ്ണിന് എന്ത് പ്രോബ്ലം പറഞ്ഞാലും കണ്ണ് റിലേറ്റഡ് ആയിട്ട് വരുന്നതിന് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ അത് ഈ 2 കണ്ണിന്റെ മുകളിലും ക്യാരറ്റോ കുക്കുംബറോ തണുത്തത് വെച്ചിട്ട് അതിന്റെ തണുപ്പ് പോകുന്നത് വരെ കണ്ണടച്ച് കിടക്കാൻ പറയും. അപ്പൊ ആ ഐ മസിൽസിന്റെ ഒക്കെ പിന്നെ നമ്മളതങ്ങ് തണുപ്പ് പോയി കഴിയുമ്പോഴത്തേക്കും മാറ്റുമ്പോഴത്തേക്കും ഈ അവിടെ ഒരു കൺട്രാക്ഷനും റിലാക്സേഷനും വരുമല്ലോ. അപ്പൊ കുറച്ച് സർക്കുലേഷൻ കൂടും. അത് വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അത്ര നേരമെങ്കിലും ഫോണിൽ നോക്കാണ്ടും കമ്പ്യൂട്ടറിൽ നോക്കാണ്ടും കണ്ണടച്ച് കിടക്കുമല്ലോ. ഞാൻ അങ്ങനെ കണ്ണിനൊരു റെസ്റ്റ് വരുമല്ലോ. അങ്ങനെ ചെയ്യാറുണ്ട്. അത് പറഞ്ഞ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. അതിന് അവർക്ക് ബെനിഫിറ്റും ഉണ്ട്. കണ്ണിന് കുറച്ചും കൂടെ കണ്ണിന്റെ അസ്വസ്ഥതകൾക്ക് വളരെ വ്യത്യാസം തോന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇതേ പറയാനുള്ളത്. താങ്ക് യു ഡോക്ടറെ. ശൈല ഡോക്ടർ പോയോ? അറിയാമോ ഡോക്ടറായി? ശൈല ഡോക്ടർ കറണ്ട് പോയി. മാഡം പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പേഷ്യന്റ് വന്ന് പറഞ്ഞു അവരുടെ അമ്മയ്ക്ക് ഇതുപോലെ കണ്ണിന്റെ അപ്പർ ലിഡ് തൂങ്ങി കണ്ണടഞ്ഞ പോലെ ആയിപ്പോയി. ഈ വെള്ളരിക്ക ഇതുപോലെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ പല പ്രാവശ്യമായിട്ട് വെച്ച് ഇപ്പം കണ്ണ് തുറക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. വെരി ഗുഡ്. ഇങ്ങനെ ഒരു പേഷ്യന്റ്, അത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അങ്ങനെ ഒരു കേസ് പറഞ്ഞു. ഞാൻ സ്ഥിരമായിട്ട് പറയും വെള്ളരിക്ക. അപ്പൊ ചിലര് വന്നിട്ട് വെള്ളരിക്ക ഇല്ല ഡോക്ടറെ, കിട്ടിയില്ല. ഞാൻ പറഞ്ഞു വെള്ളരിക്ക വേണ്ട, ഒരു കഷ്ണം ക്യാരറ്റ് ആയാലും മതി. ക്യാരറ്റും ഇല്ല, എന്നാൽ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് ആക്കാൻ പറയും. എന്തെങ്കിലും റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുന്ന എന്തെങ്കിലും ഒരു വെജിറ്റബിൾ. ഞാൻ കുട്ടികളാണെങ്കിൽ പറയും കണ്ണിന്റെ മുകളിൽ വെക്കണം, ആ ക്യാരറ്റിന്റെ ബാക്കിയുള്ള തിന്നുകയും വേണമെന്ന് പറയും. എന്തായാലും ക്യാരറ്റ് ഒന്ന് മുറിച്ച് നോക്കി അതിന്റെ നടുക്കൊരു കണ്ണുണ്ട്, റൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ കണ്ണിന് വേണ്ടിയിട്ട് ഈശ്വരൻ തന്നേക്കുന്ന വെജിറ്റബിൾ ആണ് ക്യാരറ്റ്. അതുകൊണ്ട് അത് തിന്നുകയും വേണം, കണ്ണിന്റെ മുകളിൽ വയ്ക്കുകയും വേണമെന്ന് പറയും. ഷോർട്ട് സൈറ്റിന്റെ ഒക്കെ കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അത് എഫക്റ്റീവ് ആണ് അതിന്റെ കൂടെ ഫൈസോസ്റ്റിഗ്മ ഒക്കെ കൊടുക്കാം. ഫൈസോസ്റ്റിഗ്മ, ഇലിയം ടിഗ് അതൊക്കെ കൊടുക്കുമ്പോ നമുക്ക് കണ്ണിന്, ആർണിക്ക, ജെൽസീമിയ അതൊക്കെ കൊടുക്കുമ്പോ കണ്ണിന് ഷോർട്ട് സൈറ്റിനൊക്കെ നല്ല മാറ്റമുണ്ട്. ഫൈസോസ്റ്റിഗ്മ, കൽക്കേരിയ ഫോസ്, കൽക്കേരിയ ഫോസ് 6X, ഫൈസോസ്റ്റിഗ്മ, പിന്നെ ആർണിക്ക, റൂട്ട, സൈലീഷ്യ, നാട്രമൂർ. ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ണട ഇങ്ങനെ നേരത്തെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു വരുമില്ലേ. ഇതെല്ലാം പൊട്ടൻസി 30 മതി. ഫൈസോസ്റ്റിഗ്മ, കാൽക്കേരിയ ഫോസ്, ആർണിക്ക, റൂട്ട, സൈലീഷ്യ, നാട്രമൂർ. ഒരു സൈലീഷ്യ കൊടുക്കുമ്പോ നമ്മള് സൈലീഷ്യയുടെ സൈനസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ സൈലീഷ്യ കൊടുക്കാം. പിന്നെ കണ്ണിന് എന്ത് മുറിവ് വന്നാലും സിംഫൈറ്റ് വേണം അതിന്റെ മെഡിസിൻ. റെഡ്നെസ് വരുന്നതല്ലേ? ഇഞ്ചുറി ടു ഐ ബോൾസ്, അത് സിംഫൈറ്റ് വേണം. ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഡോക്യുമെന്റേഷൻ ആയിട്ട് നമുക്ക് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഒരു പ്രോട്ടോകോൾ നമുക്ക് പ്രോട്ടോകോൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം പേഷ്യന്റിനല്ലേ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്നാലും ഒരു ഡോക്യുമെന്റേഷൻ വേണം ഡോക്ടറെ. എന്നാലേ നമുക്ക് ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ ഈ എവിഡൻസ് നമ്മുടെ കയ്യിൽ കാണണം. എന്നാലേ നമുക്ക് ഒരു സമാധാനമായിട്ട് ആര് എന്ത് വന്ന് ചോദിച്ചാലും നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ട്. അവരുടെ ഇപ്പൊ ടെസ്റ്റ് ചെയ്തത്, സ്കാൻ റിപ്പോർട്ട്, അതെല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് വെക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സാഹചര്യം, ഇപ്പം ഞാൻ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് വെച്ച് അന്ന് ഡോക്യുമെന്റ് അന്ന് ചെയ്തിട്ടില്ല. ആകെ നമ്മുടെ കയ്യിൽ ഡയറി പോലെയുള്ള ഇതുണ്ടല്ലോ,
അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന, പക്ഷെ അതുപോലെ നഷ്ടപ്പെട്ടത് കാരണം ഇപ്പൊ ഞാൻ ഒത്തിരി വിഷമിക്കുക. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കേസ് എടുത്ത് 1 by 1 ആയിട്ട് ഇതുപോലെ നമുക്ക് ഡേറ്റ് ഇട്ട് കൊടുത്തത് എന്നാന്ന് പറയാൻ പറ്റും. അപ്പൊ അതൊരു പ്രയോജനമായി പോയേനെ എല്ലാവർക്കും. പക്ഷെ നമുക്കത് കയ്യിലില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായാലും ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ നശിപ്പിക്കത്തില്ല. അതാണ് അതെ. പറഞ്ഞത്. പിന്നെ 1-2 കാര്യം കൂടെ എനിക്കിപ്പം ഓർമ്മ വന്ന്. ശാന്താചന്ദ്രൻ ഡോക്ടർ പറഞ്ഞതുപോലെ പിന്നെ ഈ വെള്ളരിക്കായും പിന്നെ കുക്കുംബറോ പിന്നെ ഏതെങ്കിലും ഇങ്ങനെ കണ്ണിൽ വെക്കുന്ന പോലെ തന്നെ പച്ച ഓബ്ജക്റ്റില് ഈ കമ്പ്യൂട്ടർ നോക്കുന്നവർക്ക് പച്ച ഓബ്ജക്റ്റിൽ ഒരു മണിക്കൂർ അല്ല 2 മണിക്കൂർ മാക്സിമം കമ്പ്യൂട്ടർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു പച്ച ഓബ്ജക്റ്റിലോട്ട് നമ്മൾ നോക്കിയിരിക്കുക. ഒരു 2 മിനിറ്റ് മതി പച്ച ഓബ്ജക്റ്റ്. ഇനി പച്ച ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ ജനലിന്റെ സൈഡിലാണ് ഇവരുടെ കമ്പ്യൂട്ടർ മേശയെങ്കിൽ ജനലിൽ കൂടെ ഗ്ലാസിന്റെ പുറത്തോട്ട് ഈ പച്ച മരത്തില് നോക്കിയിരിക്കാം. പിന്നെ അതും ഇല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ പക്ഷികളോ മൂവ് ചെയ്യുന്ന ഏതെങ്കിലും സാധനത്തിലോട്ട് ഇച്ചിരി നേരം ഒരു 2 മിനിറ്റ് ഒന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ വളരെ വ്യത്യാസമാണ്. എനിക്ക് ഉണ്ടായിരുന്ന നേരത്തെ പേഷ്യൻസിനൊക്കെ ഞാൻ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിരുന്നവർക്കെല്ലാം ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ കണ്ണൊക്കെ അടിച്ചു പോയിട്ട് ഈ എക്സർസൈസ് പറഞ്ഞു കൊടുത്തിട്ട് വളരെ പ്രയോജനമുണ്ട്. അതിനുശേഷം ഇപ്പോഴും ഞാൻ പല കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരോടും പറയാറുണ്ട് ഇതുപോലെ 2 മിനിറ്റ് നേരം ഒന്നെങ്കിൽ പച്ച ഓബ്ജക്റ്റ്, ഇല്ലെങ്കിൽ മരം, ഇല്ലെങ്കിൽ അനങ്ങുന്ന ഇലകളാണെങ്കിലും മതി, ഇലകൾ, ഇല്ലെങ്കിൽ പ്രാണികൾ മീൻസ് ഈവൻ ഉറുമ്പ് പോകുന്നതാണെങ്കിലും ഒരു 2 മിനിറ്റ് നമ്മുടെ കോൺസെൻട്രേഷൻ മാറ്റി അവത്തേലൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ കണ്ണിന് വളരെ നല്ല ഒരു പ്രയോജനം. പിന്നെ തണുത്ത വെള്ളത്തിൽ കണ്ണൊന്ന് 2 മണിക്കൂർ കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ കണ്ണൊന്ന് ഇങ്ങനെ നമ്മൾ അടിച്ചു കഴുകുമല്ലോ രാവിലെ, അതേപോലെ ഇച്ചിരി ഇങ്ങനെ ഒന്ന് പിന്നെ കണ്ണിലോട്ട് അടിച്ച് 2 മിനിറ്റ് നേരം ഒന്ന് തണുപ്പിച്ചിട്ട് സ്പഞ്ച് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന്റെ അടുക്ക ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണിന്റെ സ്ട്രെയിൻ ഒത്തിരി റിലാക്സേഷൻ കിട്ടും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി ഡോക്ടർ. ഡോക്ടറെ ഈ കണ്ണിന് ഈ ഐ സ്ട്രെയിന് ബെസ്റ്റ് മെഡിസിൻ റൂട്ടായാണ്. അതെ, റൂട്ടായാണ്. അതായത് ഈ മസിൽസിന് സ്ട്രെയിൻ കൊടുക്കുന്ന വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഈ റൂട്ട കൊടുത്താൽ നല്ല ആക്ഷനാണ്. റൂട്ട അങ്ങനെ കൊടുക്കാറുണ്ട് ഡോക്ടറെ. കൊടുക്കുന്ന നല്ല. അതുപോലെ തന്നെ വേറെ ഒരു മെഡിസിൻ ആണ് കൊണിയമാക്. കൊണിയമാക് നല്ല ഒരു മരുന്നാണ് ഈ ഐ സ്ട്രെയിന്. അത് കൊടുത്ത് ഞാന് നല്ലപോലെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ കണ്ണിനെന്ന് പറയുമ്പോ കണ്ണിന് കാറ്ററാക്ട് മാത്രമല്ലല്ലോ, അതുപോലെ ക്രൈസോബിനം, ഈ ഇൻഫ്ലമേഷൻ ഓഫ് ദി ഐസിന് ഏറ്റവും നല്ലൊരു മെഡിസിൻ ആണ് ഈ ക്രൈസോബിനം. CHRYSORBINA. അത് 30 ആണ് അതിന് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് അറിയാമല്ലോ, അതായത് ഈ മ്യൂക്കസ് ഡിസ്ചാർജ് വരുന്നതിന് ഒക്കെ പൾസാറ്റിലാണ് നന്നായിട്ട് പ്രയോജനപ്പെടും. പസ് വരുന്നതിനും അതെ, ഈ പസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആക്ച്വലി അത് പസ് അല്ല. അതായത് പൊത്ത് കെട്ടിയിരിക്കുക എന്ന് പറയത്തില്ലേ, നമ്മള് കണ്ണ് പൊത്ത് കെട്ടിയിരിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് കണ്ണ് പൊത്ത് കെട്ടിയിരിക്കുക. അത് കൂടുതലും കൺജങ്ക്ടിവൈറ്റിസ് ഒക്കെ ഉള്ള, ഇപ്പൊ കൺജങ്ക്ടിവൈറ്റിസ് കുറവാണ്. മറ്റേത് ഈ പിന്നെ ഉഷ്ണകാലത്ത്, ചൂട് കാലത്ത് കൺജങ്ക്ടിവൈറ്റിസ് ഇഷ്ടം പോലല്ലേ, ഇഷ്ടം പോലാണ്. നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ഭേദമാക്കാൻ പറ്റും. അതൊരു പ്രോട്ടോകോൾ തന്നെ ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത്, വരുന്ന പേഷ്യന്റിന് വരുമ്പം തന്നെ ഞാൻ ബെലഡോണ 3 ഡോസ് കൊടുക്കും. അതിന്റെ കൂട്ടത്തില് പിന്നെ വേദനയുണ്ടെങ്കിൽ എപ്പിസ് കൊടുക്കും. എപ്പിസ് കുത്തി വേദന സാറിന് കാണും, എപ്പിസും കൊടും. ഇൻഫ്ലമേഷനും ഉണ്ടെങ്കിൽ നല്ലപോലെ റിസൾട്ട് കിട്ടുന്നതാണ് ബെലഡോണയും എപ്പിസും. പിന്നെ
ഈ പൾസാറ്റില കൊടുക്കുന്ന കണ്ടീഷനിൽ ഈ പൊത്തുകെട്ടി ഇരിക്കുകയാണെങ്കിൽ പൾസാറ്റില ഈസ് വണ്ടർഫുൾ റെമഡി. പിന്നെ ഈ ഇച്ചിങ് പിന്നെ എപ്പിസ് ഏതാ കൊടുക്കുന്നത്? എപ്പിസ് 30 കൊടുക്കും. എപ്പിസ് 30 കൊടുക്കും. പിന്നെ ഈ ഇച്ചിങ് ചൊറിച്ചില് ഉണ്ടെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വെച്ചിട്ട് ഓരോ ഡോസ് സൾഫർ 30 കൊടുക്കും. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു ഡോസ് സൾഫർ. അത് സാധാരണയായിട്ട് ഞാൻ കൊടുക്കുന്ന സൾഫർ എപ്പോഴും ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് ഒരു സ്പൂണേ കൊടുക്കാറുള്ളൂ സൾഫർ. അത് നല്ല അതുപോലെ ബേണിങ് ഉണ്ട് എങ്കിൽ അലിയം സെപ്പ നല്ല മെഡിസിൻ ആണ്. അലിയം സെപ്പ ഒക്കെ പണ്ട് നമ്മൾ കൊടുത്തിട്ട് ഉള്ള മെഡിസിൻസ് ആണ് അലിയം സെപ്പ. പിന്നെ ഈ ചൊറിച്ചില് ചില പേഷ്യൻസിന് ഈ കഞ്ചങ്ക്റ്റിവൈറ്റിസ് വരുമ്പോഴത്തേക്കിന് നല്ല ചൊറിച്ചിലുണ്ടാവും. അതുപോലെ തന്നെ ഈ ടിച്ചിങ്ങിന് ഏറ്റവും നല്ല മെഡിസിൻ അഗാരിക്കസ് ആണ്. അത് ഈ ക്രേനിയൽ നെർവ് ഡിസോർഡർ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് അഗാരിക്കസ് ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ ഈ കാട്രാക്ട് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് ഉള്ളൂ. എനിക്ക് അത്ര ക്യൂർ ചെയ്ത റിസൾട്ട് അധികം കിട്ടിയിട്ടില്ല. എനിക്ക് സ്റ്റാഗ്നേഷൻ ഓഫ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്യൂർ ചെയ്തത് എനിക്ക് ഞാൻ എപ്പോഴും അവരുടെയൊക്കെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഇത് കൂടാതിരിക്കാം, ഇപ്പോഴുള്ള കണ്ടീഷനിൽ വെച്ച് കൂടാതിരിക്കാം. കാര്യം എൻ്റെ അമ്മയ്ക്ക് ആദ്യം കാട്രാക്ട് വന്നപ്പോൾ ഞാൻ കൊടുത്ത മെഡിസിൻസ് കൊണ്ട് അമ്മയ്ക്ക് ഒട്ടും കൂടിയിട്ടില്ലായിരുന്നു. അമ്മ മരണം വരെയും ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കാട്രാക്ട് കൂടിയിട്ടില്ല. കാട്രാക്ട് കൂടാതിരിക്കാനായിട്ട് ഉള്ള മെഡിസിൻസ് ഒക്കെയാണ് ഈ കോൾച്ചിക്കം നല്ല മെഡിസിനാണ്. കോൾച്ചിക്കം, പിന്നെ സെനറേറിയ, SENERARIA സെനറേറിയ, അല്ല സിനറേറിയ. പിന്നെ കാൽക്കേരിയ ഫ്ലൂറ് ഹയസ്റ്റ് പൊട്ടൻസി, അതായത് 10 പൊട്ടൻസി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കാൽക്കേരിയ ഫ്ലൂർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് സ്റ്റാഗ്നേഷൻ ഉണ്ടാകും. അല്ലാതെ പൂർണ്ണമായിട്ട് മാറുമോ? ഇപ്പൊ ശാന്താചന്ദ്രൻ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഹയസ്റ്റ് പൊട്ടൻസി കൊടുത്ത ആശ്വാസം കിട്ടും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ കൊടുത്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഫോസ്ഫറസിലാണ് കിട്ടിയിരിക്കുന്നത്. ഫോസ്ഫറസിൽ എനിക്ക് കുറെ നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ തന്നമാണ് കൊടുക്കാറുള്ളത് ഫോസ്ഫറസിന്. കോൾച്ചിക്കം ഹയർ പൊട്ടൻസിയാണ് ഡോക്ടറെ കൊടുക്കുന്നത്. കോൾച്ചിക്കം ഒക്കെ ഒരു 1 10 ആ റേഞ്ചിലേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ല, സിൻഡറേറിയ എക്സ്റ്റേണലും കൊടുക്കും. സിൻഡറേറിയ പൊട്ടൻസി കിട്ടുകയാണെങ്കിൽ അത് ഉള്ളിൽ കൊടുക്കും. സാധാരണ കിട്ടാറില്ല അത്, പക്ഷെ എന്നാലും കിട്ടുവാണെങ്കിൽ അത് ഉള്ളിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ചെയ്താൽ മതി. അത് നമ്മളെ ഈ ഇവരുടെ തന്നെയാണ്, ഷാബയുടെ തന്നെയാണ് ഏറ്റവും നല്ലത്. CNS അത് ഷാബയുടെ തന്നെയാണ് സിനറേറിയ ഏറ്റവും നല്ലത്. പിന്നെ ഈ ഡിറ്റാച്ച്മെന്റ് ഓഫ് റെറ്റിന അത് സാധാരണ വരാതെ കിട്ടും നമുക്ക്. ഡിറ്റാച്ച്മെന്റ് ഓഫ് റെറ്റിന അതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. പക്ഷെ പണ്ടൊക്കെ ഉള്ളൂ അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഒക്കെ അങ്ങനെ കിട്ടാറില്ല. കാര്യം വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും കണ്ണിന് അസുഖം എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് വലിയ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകും. അതിപ്പം പുതിയ നൂതനമായ ചികിത്സകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ നൂതനമായ ചികിത്സകൾ പോലും ഫലിക്കാതെ വരുന്ന അവസ്ഥയിൽ നമുക്ക് ഹോമിയോപ്പതി മരുന്ന്. എൻ്റെ വൈഫിന്റെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം കാഴ്ച പോയി, കണ്ണിന്റെ വലത്തെ കണ്ണിന്റെ കാഴ്ച അങ്ങ് പോയി. ഞാൻ മെഡിസിന് കുറെയൊക്കെ ട്രൈ ചെയ്തു. ഞാൻ 2-3 ദിവസമേ ട്രൈ ചെയ്തുള്ളൂ. അത് കഴിച്ചടൊന്ന് അവിടെ അമൃതയെ കൊണ്ടുപോയി കാണിച്ചു. അമൃതയെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവിടുത്തെ സർജൻ, റെറ്റിന സർജൻ നോക്കിയിട്ട് പറഞ്ഞു, അതിനകത്തെ വെയിൻ ഉണ്ടല്ലോ, വെയിൻ റെറ്റിനയിലെ വെയിന് പൊട്ടിയിട്ട് അവിടെ ഇങ്ങനെ ബ്ലീഡിങ് വന്ന് അവിടെ കട്ടിയായിട്ട് കിടക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ ഉടൻ തന്നെ പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ എടുക്കണം, ഇല്ലെങ്കിൽ അത് ഡാമേജ്ഡ് ആവും, ഡിറ്റാച്ച്മെന്റ് ഓഫ് റെറ്റിന ഉണ്ടാവും, പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് അപ്പൊ തന്നെ ഇഞ്ചക്ഷൻ എടുത്തു. ഒരെണ്ണം ഇഞ്ചക്ഷൻ എടുത്തു. ഞങ്ങൾ ഇനി പോരുകയും ചെയ്തു. എന്നിട്ട് പിന്നെ അടുത്ത ഇഞ്ചക്ഷൻ അടുത്ത മാസം. എന്നിട്ട് അവര് സ്കാൻ ചെയ്ത് നോക്കും. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അവർ അടുത്ത ഇഞ്ചക്ഷൻ. അങ്ങനെ ഒരു ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 3 ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടും there is no change.
ഒരു ചേഞ്ച് ഉണ്ടായില്ല. അപ്പൊ ഡോക്ടർ അത് കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ വന്ന് നോക്കി കേസൊക്കെ നോക്കിയിട്ട് ഞാൻ എപ്പിസ് പല മരുന്നുകളും ഞാൻ കൊടുത്തു. ബോത്രോപ്സ് കൊടുത്തു, കുറവില്ല. ലാക്ടസിസ് കൊടുത്തു, കുറഞ്ഞില്ല. അങ്ങനെ പല മരുന്നുകളും ട്രൈ ചെയ്തെങ്കിലും അതൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. കാര്യം അടുത്ത പ്രാവശ്യം നമുക്ക് അതിന് ചെല്ലുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും റെസ്പോണ്ട് ചെയ്തോ ഇല്ലയോ എന്ന്. പിന്നെ ഞാൻ അതിന് കൊടുത്ത മെഡിസിൻ എപ്പിസ് വണ്ണം വീക്ക്ലി വൺസ് ഓരോ ഡോസ് കൊടുത്തു. ആ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് മാസത്തിൽ ഒരിക്കലാണ് ചെന്നപ്പോഴത്തേക്ക് വണ്ടർഫുൾ റിസൾട്ട്. ഡോക്ടർ പറഞ്ഞു പകുതി നമുക്ക് കാണാം, എന്റെയൊക്കെ അതിന്റെ കംപ്ലീറ്റ് ഇതിരിപ്പുണ്ട്, സ്കാൻ ചെയ്ത റിസൾട്ട് ഇരിപ്പുണ്ട്. പകുതിയോളം കുറഞ്ഞു. ഏതാണ്ട് 6 months ആയപ്പം കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു 100%. അപ്പൊ അതുവരെ ഈ നെപ്പിസ് വണ്ണം വീക്ക്ലി വൺസ് കഴിച്ചുകൊണ്ടിരുന്നു, ആഴ്ച ഒരിക്കൽ കഴിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്ട് ഒരു വർഷം വരെ ചെക്കപ്പ് നടത്തി. അവിടെ ഞങ്ങൾ പോയി നോക്കുമായിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ വേണ്ടി വന്നില്ല. 3 ഇഞ്ചക്ഷനേ ചെയ്യേണ്ടി വന്നു. അതിനകം തന്നെ അത് കുറഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു. പിന്നെ ഇതേവരെ പ്രശ്നമൊന്നുമില്ല, ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ 1-2 പേഷ്യൻസ് ഈ രോഗം തന്നെ ഉള്ളവരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഞാൻ പറഞ്ഞു ഇതൊരു ഹോമിയോപ്പതി മെഡിസിൻ ഉണ്ട് ഇതിന്. അവരൊക്കെ 5-8 പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്തവരാണ് വന്നിരിക്കുന്നത്. ഹോമിയോപ്പതി മെഡിസിനാണ് നല്ലത്, നിങ്ങൾ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് ചികിത്സിക്കണം എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ ആരും എന്നെ വിളിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ ഫോൺ നമ്പറും കൊടുത്തു. അങ്ങനെ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുക, ഞാൻ മരുന്ന് പറഞ്ഞു കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഡിറ്റാച്ച്മെന്റ് ഓഫ് റെറ്റിനയ്ക്ക് നമ്മുടെ അതിനകത്ത് പറയുന്ന മെഡിസിൻ നാഫ്തലിൻ ആണ് പറയുന്നത്, നാഫ്തലിൻ. പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ കേസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡ്രോപ്പിംഗ് ഓഫ് ഐലിഡ്സ്. ഒരു 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 ഈ മിൽമയുടെ ഒരു മാനേജറുടെ വൈഫാണ്. ഡ്രോപ്പിംഗ് ഓഫ് ഐലിഡ്സ്. ഒരു സുപ്രഭാതത്തിൽ അവരുടെ കണ്ണ് തുറക്കാൻ മേല, അവരുടെ ഐലിഡ്സ് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ അതിന് ഞാൻ റെഫർ ചെയ്തപ്പോ 2 മെഡിസിനാണ് എനിക്ക് കൃത്യമായിട്ട് കിട്ടിയത്. ഒന്ന് ജെൽസീമിയം, ഒന്ന് കോസ്റ്റിക്കം. അത് ഞാൻ ആദ്യം കോസ്റ്റിക്കമാണ് പ്രിഫർ ചെയ്തത്. കോസ്റ്റിക്കം 10 ഒരു ഡോസ് കൊടുത്തു. എന്നിട്ട് കോസ്റ്റിക്കം എൻ്റെ രീതിയാണ്, കോസ്റ്റിക്കം 0/3 ഞാൻ കുപ്പിവെള്ളത്തിലായിട്ട് കുടിക്കാൻ അത് കുടിച്ചോളാൻ പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് അവരുടെ കണ്ണ് ശരിയായി, ഒറ്റയാഴ്ച കൊണ്ട് അവരുടെ കണ്ണ്. അപ്പം സാധാരണ ഞാന് ഇതൊരു ഒപ്താൽമോളജിയുടെ ഒക്കെ ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞു അവരുടെ ചികിത്സ എന്ന് പറയുന്നത് അത് എന്തോ ഒരു ചെറിയ ഓപ്പറേഷനാണ്, ചെറിയൊരു സർജിക്കൽ ഇന്റർഫിയറൻസോട് കൂടിയാണ് അവരത് ചെയ്യുന്നത് എന്നെ ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, അപ്പൊ ഹോമിയോപ്പതിക് മെഡിസിൻ എത്ര വണ്ടർഫുൾ ആയിട്ടാണ് ആക്ട് ചെയ്തത്. അത് അങ്ങനെ ഒരു മിറക്കിൾ എനിക്ക് ഈ അടുത്ത കാലത്തുണ്ടായതാണ്. കോസ്റ്റിക്കം 10 ഞാൻ കൊടുത്തത്, 0/3 ഉള്ളിൽ. പിന്നെ ഈ ഐലിഡ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുക, രണ്ടും കൂടെ കൂട്ടിച്ചേർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്കൊരു വണ്ടർഫുൾ മെഡിസിൻ ആണ് യൂഫ്രേഷ്യ. അത് യൂഫ്രേഷ്യ നമ്മൾ ഉള്ളിലും കൊടുക്കണം, യൂഫ്രേഷ്യ ഐലോഷനും കൊടുക്കണം. പക്ഷെ ഇപ്പോഴത്തെ യൂഫ്രേഷ്യ എന്ന് പറയുന്നത് അത്ര വലിയ ഗുണമുള്ളതല്ല. അവരുടെ മെഡിസിനൊക്കെ എപ്പോഴും നമ്മൾ ആ ടിഞ്ചർ ഷാവയുടെ തന്നെ വാങ്ങിച്ചിട്ട് 1:9 എന്നുള്ള രീതിയിൽ അത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഫക്റ്റീവാണ്. കണ്ണിന്റെ മിക്കവാറും കണ്ണ് ചൊറിച്ചില്, കണ്ണ് ചുമപ്പ്, ഇതിനൊക്കെ യൂഫ്രേഷ്യ ഐലോഷൻ നല്ലതാണ്. ഈ കൺജങ്ക്റ്റിവൈറ്റിസിന് യൂഫ്രേഷ്യ ഐലോഷനാണ് ഞാൻ കൊടുക്കാറുള്ളത്. അത് പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് ഒഴിക്കാൻ പറയും, 2 മണിക്കൂർ ഇടവിട്ട് ഒഴിക്കാൻ പറയും. അത് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ ഈ യെല്ലോ ഡിസ്ചാർജ് കണ്ണിൽ നിന്ന് വരുവാണെങ്കിൽ അതൊരു സിഫിലിറ്റിക് മയാസം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതിന് ബെസ്റ്റ് മെഡിസിൻ മെർസോൾ ആണ്. മെർസോൾ 30 കൊടുത്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും, മെർസോൾ 30. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, അതായത് ചില ആൾക്കാർ വരുമ്പോ അവരുടെ കണ്ണുകൾ ഡിസിമിലർ ആയിരിക്കും, സിമിലർ ആയിരിക്കത്തില്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. പക്ഷെ
എന്നാലും നമുക്ക് ചില കൊച്ചുകുട്ടികളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചുകുട്ടികളിൽ അത് ഞാൻ കറക്റ്റ് ചെയ്തത് ഈ സ്ക്വില്ല 1x ആണ് ഞാനത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ വലിയ ആൾക്കാരുടെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ കൊച്ചുകുട്ടികളെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്വില്ലയാണ് അതിന്റെ മെഡിസിൻ. പിന്നെ ഉള്ളെന്ന് പറയുന്നത് കോർണിയൽ ആബ്സസ്, അത് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. കോർണിയൽ ആബ്സസ് അത് എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയിരിക്കുന്ന മെഡിസിൻ. ഒന്ന് അർജന്റൻ നൈട്രിക്കോ, മറ്റേത് സിലീഷ്യ 1 പൊട്ടൻസി ഒരു ഡോസും കൊടുത്ത് കാലിമുർ 6x നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ഈ കോർണിയൽ ആബ്സസ് നമുക്ക് ഹീൽ ചെയ്യിച്ചെടുക്കാൻ പറ്റും. അർജന്റൻ നൈട്രിക്ക ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയിരിക്കുന്നത് ഒരു 8 വർഷം മുമ്പാണ്. കണ്ണിങ്ങനെ ഇത് കാണുമ്പം തന്നെ അറിയാം അതൊരു കോർണിയൽ ആബ്സസിന്റെ ആണെന്ന്. അർജന്റൻ നൈട്രിക്ക അത് സ്പെസിഫിക് ആയിട്ടാ പറയുന്നത് ഈ കോർണിയൽ ആബ്സസിന്. നല്ല ബെസ്റ്റ് റിസൾട്ടാണ് അത്. പിന്നെ ഈ ഐലാഷസ് ചില ആൾക്കാരുടെ കാണാൻ പറ്റില്ലേ, കണ്ണിന് പിരിയം കൊഴിഞ്ഞു പോകും, പിരിയം കൊഴിയും. അപ്പൊ അതിന്റെ ബെസ്റ്റ് മെഡിസിൻ പെട്രോളിയമാണ്. പെട്രോളിയം നല്ല മെഡിസിൻ ആണ് ഈ ഐലാഷസ് കൊഴിഞ്ഞ് ഈ ഐസിന് ഹോമിയോപ്പതിക് മെഡിസിൻ ഒത്തിരി പ്രയോജനം ചെയ്യും. അതിന്റെ സിംറ്റമാറ്റിക് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി പ്രയോജനം. പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുമല്ലോ ചില കുട്ടികളിലൊക്കെ, നൈറ്റ് ബ്ലൈൻഡ്നെസിന്റെ ഒരു ബെസ്റ്റ് മെഡിസിൻ ലൈക്കോപോഡിയമാണ്. ആ ലൈക്കോപോഡിയം കൊടുക്കുന്നത് ഹയർ പൊട്ടൻസി കൊടുക്കണം. ഹയർ പൊട്ടൻസി തന്നെ. ഞാനാണെങ്കിൽ അതിനെ 10 ആണ് കൊടുക്കുന്നത്, എലോങ് വിത്ത് 0/3 കൊടുക്കും. ഇങ്ങനെ ഫ്രീക്വന്റ് ഡോസ് ആയിട്ട് കഴിച്ചോളാൻ പറയും. പിന്നെ അടുത്തത് സാധാരണ കണ്ണിന് വരുന്നത് സമയം ഒത്തിരി ആയെന്ന് തോന്നുന്നില്ലേ, സിസ്റ്റ് വരികയാണെങ്കിൽ കാൽക്കേരിയ ഫ്ലൂർ ഹൈപ്പൊട്ടൻസി കൊടുക്കുക, സിസ്റ്റ് വരുവാണെങ്കിൽ. പിന്നെ കണ്ണിന് വരാവുന്ന എന്താ, ഈ ഫ്രീക്വന്റ് ആയിട്ട് സ്റ്റൈസ് വരുന്നത് ഈ പൾസാറ്റില തന്നെ ഞാൻ കണ്ണടച്ച് സാധാരണ കൊടുക്കാറുള്ളത്. അതിന് അപ്പർ ലിഡും ലോവർ ലിഡും ഒക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് സ്റ്റാഫിസാക്രിയയിലും പൾസാറ്റിലെ ടെന്നമ്മിലുമാണ് കിട്ടിയിരിക്കുന്നത്. അത് അങ്ങനെ വരുമ്പം ഈ ഫ്രീക്വന്റ് ആയിട്ട് സിസ്റ്റം ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മൾ അവരുടെ പ്രോട്ടീൻ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യണം. ഫാറ്റ് ഫ്രീ ഡയറ്റേ കൊടുക്കാവുള്ളൂ. എഗ് ഒന്നും അവരെ കൊണ്ട് കഴിപ്പിക്കരുത്, അതുപോലെ മീറ്റ് ഒന്നും കഴിപ്പിക്കരുത്. അങ്ങനെ വരികയാണെങ്കിൽ അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ നമ്മുടെ ഐബ്രോസിലെ ഹെയർ ചില ആൾക്കാർക്ക് കൊഴിയും. അങ്ങനെയുള്ള കേസുകളിൽ കാലിക്കാർബും അനാത്തേരം എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. അനാത്തേരം, അത് രണ്ടുമാണ് ഏറ്റവും ബെസ്റ്റ്. അനാത്താരം അത് കാലിക്കാർബ് 1 പൊട്ടൻസി കൊടുക്കണം. അനാത്താരം ആണെങ്കിൽ ഞാൻ ലോവർ പൊട്ടൻസിയാണ് കൊടുക്കാറുള്ളത്. അനാത്തേരത്തിന്റെ സ്പെല്ലിംഗ് പറയാം സാറേ. അനാത്തേരം എന്ന് പറഞ്ഞാൽ ANATHERIUM അനാത്തേരം. അനാത്തേരം ഏത് പൊട്ടൻസിയാ? അനാത്താരം ആണെങ്കിൽ ഞാൻ 30 കൊടുക്കാറുണ്ട്. കാലിക്കാർബ് ആണെങ്കിൽ ഞാൻ 1 പൊട്ടൻസി കൊടുക്കും. പിന്നെ കണ്ണിന് ഏത് ഇഞ്ചുറി വന്നാലും നമ്മൾ ഹൈപ്പറിക്കം ഒരു 10 പൊട്ടൻസി കൊടുക്കും. ഹൈപ്പറിക്കം 10 ഒരു ഡോസ്. പിന്നെ ഫോളോഡ് ബൈ ആർണിക്ക 30. എന്തെങ്കിലും നെർവസ് ഇഞ്ചുറി അകത്ത് ഉണ്ടായെങ്കിൽ അത് ഹീൽ ചെയ്യണമെങ്കിൽ ഹൈപ്പറിക്കം 10 ഒരു ഡോസ് കൊടുക്കുക. അത് ആർണിക്ക ഈ ഹൈപ്പറിക്കം തന്നെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പൊ ഹയർ പൊട്ടൻസി കൊടുത്തു, അതുകൊണ്ട് ഞാൻ വീക്ക്ലി വൺസ് ഹൈപ്പറിക്കം കൊടുക്കും. ആർണിക്ക കണ്ടിന്യൂ ചെയ്യാനും പറയും. ചിലപ്പോൾ ഈ പിള്ളേര് എനിക്ക് കിട്ടിയിട്ടുള്ള കേസ് കൂടുതലും ഈ ക്രിക്കറ്റ് ബോൾ കളിച്ചിട്ട് കണ്ണിന് വന്നിട്ടുള്ള കേസുകളൊക്കെ എനിക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. വോളിബോൾ കളിച്ച് മുഖത്ത് ഇടിപറ്റിയിട്ട് പിന്നെ പിള്ളേർ തമ്മിൽ ഇടിയുണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കേസുകൾക്ക് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ആർണിക്ക ഏത് പൊട്ടൻസിയാ സാറേ? ആർണിക്ക 30 കൊടുത്താൽ മതി. ആർണിക്ക 30 കൊടുത്താൽ മതി. ഈ ബ്ലീഡിങ്ങിനെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ,
എൻ്റെ വൈഫിന് ഉണ്ടായെന്ന് പറഞ്ഞു അതേ ബ്ലീഡിങ്ങിന് തന്നെ ഇതിനകത്ത് മെഡിക്കയിൽ പറയുന്നുണ്ട് പല മെഡിസിൻസും. അതിലൊരു മെഡിസിനാണ് ഞാൻ മുമ്പേ ലാക്ടസിസ് കൊടുത്തിട്ട് എനിക്ക് പ്രയോജനപ്പെട്ടില്ല, പോത്തോസ് കൊടുത്തിട്ട് പ്രയോജനപ്പെട്ടിട്ടില്ല, ഫോസ്ഫറസ് കൊടുത്തു എന്നിട്ടും പ്രയോജനപ്പെട്ടില്ല. പക്ഷെ ഇതൊക്കെ ഇതിനകത്ത് പറയുന്ന മെഡിസിൻസ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ സർജറി കഴിഞ്ഞ് ഉള്ള കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മുടെ ഏതെങ്കിലും പേഷ്യന്റ് വരുവാണെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റിയത് അക്കോണൈറ്റ് ആണ്. അക്കോണൈറ്റ് 1 പൊട്ടൻസി ഒരു ഫ്രീക്വന്റ് ആയിട്ട് ഒരു ഡെയിലി ഒരു ഡോസ് വെച്ച് കൊടുക്കണം. അക്കോണൈറ്റ് അങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ ഒത്തിരി വ്യത്യാസം ഉണ്ടാകും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കണ്ണിന് അസ്വസ്ഥമായിട്ട് വരുവാണെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ കണ്ണിന് ഈ വേദന വരികയും ഈ ടെമ്പിൾസിലും വേദനയോടുകൂടി വരുവാണെങ്കിൽ അതിന്റെ ബെസ്റ്റ് മെഡിസിൻ ഇഗ്നേഷ്യ നല്ലതാണ്. പിന്നെ ഈ ഡിപ്ലോപ്പിയയുടെ ഒരു മെഡിസിനാണ് സെനേഗ. അത് ഹൈ പൊട്ടൻസി കൊടുക്കണം, 1 പൊട്ടൻസി കൊടുക്കണം. അതൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ എപ്പോഴാണോ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോഴങ്ങ് സ്റ്റോപ്പ് ചെയ്താൽ മതി മെഡിസിൻ. ഹോമിയോപ്പതി പ്രാക്ടീസിൽ ശരിക്കും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെഡിസിന്റെ ആക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു പോയാൽ ആ കേസ് സ്പോയിലായി. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ഒരു റിസൾട്ട് എസ്റ്റാബ്ലിഷ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടൻ മെഡിസിൻ വിഡ്രോ ചെയ്ത് പ്ലാസിബോയിലേക്ക് പോകണം. ബാക്കി കാര്യമൊക്കെ നമ്മുടെ വൈറ്റൽ ഫോഴ്സ് തന്നെ ചെയ്തോളൂ. അതാണ് നമുക്ക്. പിന്നെ ഡബിൾ വിഷനായിട്ട് വരുന്നത് സ്ട്രാമോണിയം നല്ല മെഡിസിനാണ്. ഡബിൾ വിഷൻ രണ്ടെണ്ണമായിട്ട് കാണുക. ഡബിൾ വിഷൻ 1-2 കാണുക ഡബിൾ വിഷൻ. പിന്നെ ഈ അട്രോഫി ഓഫ് ദി റെറ്റിന അത് നമുക്ക് കൂടെ വരാവുന്ന കേസുകളാണ്. അതൊക്കെ കോംപ്ലിക്കേറ്റഡ് കേസസ് ഒക്കെയാണ്. പക്ഷേ എന്നാലും അവർ ഡയഗ്നോസ് ചെയ്ത് വിടും ഇത് ഇങ്ങനെ റെറ്റിനയുടെ അട്രോഫി ആണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു മെയിൻ സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇൻടോളറൻസ് ഓഫ് ലൈറ്റ് സഹിക്കാൻ പറ്റത്തില്ല. അതിന് സാധാരണ 3 മെഡിസിനാണ് മുഖ്യമായിട്ടുള്ളത്: നക്സോമിക്ക, ഫോസ്ഫറസ്, സാന്റോണൈനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ അട്രോഫി ഈ ഇൻടോളറൻസ് ഓഫ് ലൈറ്റ് ഒക്കെ. ഈ സാന്റോണൈൻ നല്ല ബെസ്റ്റ് മെഡിസിനാണ്. പിന്നെ കിട്ടുന്ന നമുക്കൊരു ഒപ്റ്റിക് നെർവ് പാരാലിസിസിന് നല്ല മെഡിസിനാണ് ബോറാക്സ്. അതും ഹയർ പൊട്ടൻസി കൊടുക്കണം, അതും 1 പൊട്ടൻസി തന്നെ കൊടുക്കണം. ഒപ്റ്റിക് നെർവ് പാരാലിസിസ്. പിന്നെ ഈ ഒപ്റ്റിക് നെർവിന്റെ തന്നെ അട്രോഫി അതിന് ഞാൻ നമ്മുടെ സാന്റോണൈൻ അത് നല്ല മെഡിസിനാണ്. സമയം ഒത്തിരിയായി. അറിയാമോ ഡോക്ടറെ? സമയം നമുക്ക് 10 കഴിഞ്ഞു പോയി. സാറ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയുണ്ട് ബാക്കിന്ന് മനസ്സിലായി. നമുക്ക് ഒരു ദിവസം കൂടെ അതുപോലെ ഇന്ന് നമ്മള് കാറ്ററാക്റ്റിന്റെ വിഷയത്തിൽ തുടങ്ങി. പക്ഷേ കണ്ണിന്റെ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി ഒരു ദിവസം ഒരു കാര്യം പറയാനുണ്ട് മാഡം. ഡോക്ടർ അനിൽകുമാറാണ്. ഈ സ്റ്റൈക്ക് ഒരു റയർ മെഡിസിൻ ഉണ്ട്. സ്റ്റൈ ലാപ്പ മേജർ 30. ഏതാ? ലാപ്പ മേജർ 30. LAPPA ആണോ? LAPPA MAJOR 30. ഏതാ ഡോക്ടറെ? എന്റെ മനസ്സിൽ വരാത്ത ഒരു മരുന്നാണല്ലോ അത്. ഏതാ? ലാപ്പ മേജർ. LAPA 2-3 ആഴ്ച കൊടുക്കുമ്പോ റിക്കറൻസ് പൂർണ്ണമായിട്ട് നിന്ന് കംപ്ലീറ്റ് സ്വിങ് ചെയ്ത് പോകും. ഏതാ? ടോസിസിനാണോ? അല്ലല്ല, സ്റ്റൈക്ക്. സ്റ്റൈസിന്. ടങ്കുരു. മനസ്സിലായി. 3 നേരം വെച്ച് 3 ആഴ്ച, ഒരു 3-4 ആഴ്ച കൊടുക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഡിഫറൻസ് വരും. ഭയങ്കര ഡിഫറൻസ് വരും. ട്രൈ ചെയ്ത് നോക്കാം. നന്ദി അനിൽകുമാർ ഡോക്ടർ. ഇന്ന് ശരിക്കും നമുക്ക് 5 മിനിറ്റ് കൂടെ അധികമായി പോയി. അപ്പം നമ്മള് കണ്ണിന്റെ ഒന്നും ആയിട്ടുമില്ല.
കണ്ണിന്റെ ഒത്തിരി ഉണ്ട്. കണ്ണിന് പേൻ വരും ചില ആൾക്കാർക്ക്. കണ്ണിൽ പേന് കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? കണ്ണിൽ പേൻ. അതിന്റെ അതിന്റെ നല്ലൊരു മെഡിസിൻ ആണ് ഈ അംബ്ര. അംബ്രാഗ്രീസ. ഈ കണ്ണിൽ തലയിലെ പേരിനും ഏറ്റവും എഫക്റ്റീവ് ആണ്. തലയിലെ പേരിന് ഏറ്റവും ബെസ്റ്റ് ആണ്. അതിന് ഒരു മെഡിസിനുണ്ട്, സബാഡില്ല. ആപ്ലിക്കേഷൻ ഭയങ്കര എഫക്റ്റീവ് ആണ്. കണ്ണിലേന് കണ്ണിലല്ല, തലയില് പേൻ വന്നാലും എഫക്റ്റീവ് ആണ്. സബാഡില, സ്റ്റാഫിസാക്രിയ. ടിഞ്ചർ അപ്ലൈ ചെയ്യാം, ഭയങ്കര എഫക്റ്റീവ് ആണ്. രണ്ടും ടിഞ്ചറാണോ സാർ പറഞ്ഞേ? അതെ, സ്റ്റാഫിസാക്രിയ ഇട്ട് കഴിഞ്ഞാൽ നമ്മള് അത് കഴിഞ്ഞ് കോതി കഴിഞ്ഞാൽ പേൻ ഇറങ്ങി ഓടും. വെളിച്ചെണ്ണയിലല്ലേ? വെളിച്ചെണ്ണ മിക്സിയിൽ തേച്ചു കൊടുത്താൽ മതി. ഡയറക്റ്റ് അല്ലല്ലോ, നമ്മൾ വെളിച്ചെണ്ണയിലല്ലേ? അതെ, വെളിച്ചെണ്ണ മിക്സ് ചെയ്യാം. 30 ഉള്ളിൽ കൊടുക്കാം അല്ലേ? 30 ഉള്ളിൽ കൊടുക്കാം. നന്ദി സാറേ. ഇനി നമുക്ക് അടുത്ത ദിവസം ഒന്നും കൂടെ വരണം. സാറ് ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുന്നതാണ്. സെക്ഷന് നന്ദി പറയുന്നതിന് സോയായിപ്പൻ ഡോക്ടറെ വിളിക്കും. സോയായിപ്പൻ ഡോക്ടർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ഡോക്ടർ കൺമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോയായിപ്പൻ ഡോക്ടർ നന്ദി പറയുന്നതിന്. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ പകുതിയായപ്പോഴാണ് കേറിയത്, എന്നാലും കേട്ടിടത്തോളം നല്ലതായിരുന്നു. ഇതിനകത്ത് വന്ന് അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ എല്ലാ ഡോക്ടർമാർക്കും, പ്രത്യേകിച്ച് ഹരിഹരൻ ഡോക്ടറാണ് ഭൂരിപക്ഷ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ കേട്ടത്. ആദ്യത്തെ ഭാഗം ഞാൻ കേട്ടില്ല കേട്ടോ. ലതാ ഡോക്ടർ എക്സസൈസ് പറയുന്ന ഭാഗം തൊട്ട് ഞാൻ കേട്ടുള്ളൂ. അതിന് മുമ്പ് ശാന്താനന്ദൻ ഡോക്ടർ ശാന്ത ഡോക്ടറുടെ കേട്ടു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇൻട്രൊഡക്ഷൻ ഒന്നും കേട്ടില്ല. സാധാരണ വരുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ബ്ലാക്ക് സ്പോട്ട്സ് ഇല്ല, സാധാരണ നമുക്ക് വരുന്നതാണ് ബ്ലാക്ക് സ്പോട്ട്. അതായത് വിഷനിൽ ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് വരും. അത് നമുക്ക് സാധാരണ കിട്ടുന്ന കേസുകളാണ്. അതിന് നല്ലത് അഗാരിക്കസ് ആണ്, മനസ്സിൽ വെച്ചോ. അഗാരിക്കസ്. അതിന്റെ പേരാണ് സെൻട്രൽ സ്കോട്ടോമ. ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ കാഡ്മിയം സൾഫാണ്. അഗാരിക്കസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെ, അഗാരിക്കസ് ആണ്. കാഡ്മിയം സൾഫ് കാഡ്മിയം CADMIUM കാഡ്മിയം സൾഫ്. അത് 30. അഗാരിക്കസോ സാറേ? 30 കൊടുത്താൽ മതി. അഗാരിക്കസ് ഒക്കെ 30 കൊടുത്താൽ. ഇതെല്ലാം നമുക്കൊരു, അതായത് ഒരു നമ്മൾ കാണുമ്പം നടുക്ക് സെൻട്രലിൽ കുറെ ഭാഗം കാണത്തില്ല. അതാണ് സെൻട്രൽ സ്കോട്ടോമ എന്ന് പറയുന്നത്. സെൻട്രലിൽ കാണത്തില്ല. ഈ കൊതുക് നടക്കുന്ന പോലെ തോന്നണ അതും ഇതിനകത്ത് തന്നെ വരുവോ? സെൻട്രൽ സ്കോട്ടോമിൽ തന്നെ വരുവോ? നമ്മളിങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഒരു കൊതുക് പോലത്തെ ഒരു പാടി ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്ന പോലെ ചിലർക്ക് പറയാറുണ്ട്. സ്റ്റാർ പോലെയാണ് വരുന്നത്. അല്ല, കൊതുക് ഇങ്ങനെ വരുന്നതായിട്ട് പലർക്കും പറയാറുള്ളത്, ചെറിയ സ്പോട്ടുകൾ. അയ്യോ, അത് റെഫർ ചെയ്താലേ പറയാൻ പറ്റും. ഇപ്പൊ സ്റ്റാർ, കൗണ്ട്ലെസ് സ്റ്റാർസ് ആണെങ്കിൽ മെയിൻ മെഡിസിൻ സൈക്ലാമൻ. ജാബറാൻഡി വരൂല്ലേ? സൈക്ലാമനാണ് 3 മാർക്ക്. ആണല്ലേ? ജബറാൻഡിക്ക് വരുന്നതേ ഈ ഇമേജ് ഉണ്ടല്ലോ, ഇമേജ് വീണ്ടും നിക്കണത്. അതായത് ഇപ്പൊ അമ്പലത്തിൽ പോയി തൊഴുതു കഴിഞ്ഞാൽ നമ്മൾ വിഗ്രഹത്തെ ഇങ്ങനെ നോക്കി തൊഴുതു കഴിഞ്ഞാലും പിന്നെ വെളിയിൽ ഇറങ്ങി വന്ന് നമ്മൾ കണ്ണടച്ച് നോക്കുമ്പോഴും അതിന് ആ വിഗ്രഹത്തിന്റെ ഇത് തന്നെ അവിടെ തന്നെ നിൽക്കും. അതാ ഇമേജ് പെർസിസ്റ്റ് ചെയ്യും. അതാണ് ഈ ജബറാൻഡിയുടെ പ്രത്യേകത.
ഈ വെളുത്ത സ്പോട്ടുകൾ കാണുന്നതും പറയാറുണ്ട് ചില പേഷ്യൻസ്. അത് നമുക്ക് വൈറ്റ് സ്പോട്ട് അത് അല്ലേ? റെഫർ ചെയ്താലേ പറയാൻ പറ്റൂ മാഡം. അതൊക്കെ റെഫർ സിംഗിൾ ചെയ്യുന്നത് സെൽഫ് ഞാൻ കൊടുത്തപ്പോഴേ അവർക്ക് വ്യത്യാസം തോന്നുന്നുണ്ട്. ഏത് സിംഗിൾ സെൽഫ് ഏത് പൊട്ടൻസി 30-യാ? സിംഗം എന്റെ സൾഫേറ്റ്. ഇരുന്നത് 1 ആയിരുന്നു, ഞാൻ അതാ കൊടുത്തുള്ളൂ. ശരി. ഇതില് വേറൊരു പ്രത്യേകത കൊണ്ട്, അതായത് നമ്മുടെ ഈ ജോബറാൻഡി 30-യും കൽക്കേരിയ ഫ്ലോർ 200 ഒക്കെ നമുക്ക് കണ്ണിന് എക്സ്റ്റേണൽ അപ്ലൈ ചെയ്തപ്പോൾ റിസൾട്ട് ഉണ്ട്. അല്ല ഡോക്ടറെ, അതെന്താണെന്നറിയാം, അത് വളരെ ശരിയാണ്. നമ്മള് ഈ ഉള്ളിൽ കൊടുക്കുന്ന മെഡിസിൻ തന്നെ നമ്മള് ഐലോഷൻ ആയിട്ട് കൊടുത്ത് വണ്ടർഫുൾ ഇഫക്റ്റ് ആണ്. ഭയങ്കര എഫക്റ്റ് ആണ്. ഭയങ്കര ഇഫക്റ്റ് ആണ്. അതായത് നമുക്ക് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു, പിന്നീട് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഭയങ്കര റിസൾട്ട് ആണ്. ഡോക്ടർ, ഇതൊക്കെ ഞാൻ ഇത്രയും നാളായിട്ട് ഉപയോഗിക്കുന്നു. അതായത് അതുപോലെ തന്നെ കുട്ടികളെ നിയോനിട്ടേറം ഇതായിട്ട് വരത്തില്ലേ, നിയോനെറ്റാറം, എന്റെ ബാക്കിയൂടെ പറഞ്ഞേ. അത് തന്നെ. അതിന്റെ ബെസ്റ്റ് അക്കോണൈറ്റ് ഡ്രോപ്സ് ആണ്. അക്കോണൈറ്റ് 30 ഡ്രോപ്പ് ചെയ്താല് വളരെ പെട്ടെന്നാ മാറിക്കിട്ടുന്നത്, വളരെ പെട്ടെന്ന്. അത് ഇത് തന്നെ ഞാൻ വേറെ കണ്ണിന് മഞ്ഞ നിറമായിട്ട് വരുന്ന കുട്ടികൾക്ക് ഈ നമ്മൾ വെയിൽ കൊള്ളിക്കാൻ പറയും. ഒരു വെയിലും കൊള്ളിക്കണ്ട. നാച്ചുറൽ സൾഫ് 6X അത് വെള്ളത്തിൽ കലക്കിയിട്ട് വെള്ളത്തിൽ നമ്മൾ കലക്കണം. കലക്കി കഴിയുമ്പോൾ അത് സെഡിമെന്റ് ചെയ്യും. ആ സെഡിമെന്റ്സ് മാറ്റിയിട്ട് മറ്റേ വെള്ളം മാത്രം എടുക്കണം. വെള്ളം മാത്രം എടുത്ത് നമ്മുടെ ഈ ഡ്രോപ്പർ ബോട്ടിലിനകത്ത് ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഇടവിട്ട് കൊടുത്തി. ഒരു വിത്തിൻ 1 വീക്ക് കൊണ്ടുണ്ടല്ലോ സംഗതി ശരിയാവും. മഞ്ഞ നിറം പോവും, എല്ലാം പോവും. ഉള്ളിൽ കൊടുക്കാനല്ലേ സാർ? അത് ഉള്ളിൽ കൊടുക്കണം, അത് ഉള്ളിൽ കൊടുക്കണം. ഞാൻ ഈ മഞ്ഞ നിറത്തിന്റെ കണ്ണില് മഞ്ഞ നിറം ഉള്ളപ്പോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞെന്നുള്ളത്. അത് ജോണ്ടിസിന് ഈ നിയോനേട്രം ജോണ്ടിസ് അതിനും കൊടുക്കാറുണ്ട് നാട്രൽ സൾഫ്. അത് തന്നെ, അതിന്റെ തന്നെ കൊടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. നാട്രൽ സൾഫ് 6X. എന്താന്ന് വെച്ചാല് മറ്റേത് കൊടുക്കരുത്, ഇത് ഒരിക്കലും കൊടുക്കരുത്. ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു കൊടുക്കണം. ഗുളികയായിട്ടൊന്നും കൊടുക്കരുത്, ഒക്കെ ഡ്രോപ്സേ കൊടുക്കാൻ പാടും. എന്താന്ന് വെച്ചാൽ വെള്ളത്തിൽ ചേർത്ത് കൊടുത്താലോ ഡോക്ടറെ? 30 വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. അല്ല, കൊടുക്കാം, അത് കൊടുക്കാം. ഞാൻ പറഞ്ഞ എന്താ അറിയാമോ, ഒരു കുട്ടി എന്റെ ഇയർലി പ്രാക്ടീസ്, എന്റെ ആദ്യം ഞാൻ ഒരു അധികം നാളായിട്ടില്ല പ്രാക്ടീസ് തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഈ പൊടി ഉപയോഗിക്കുമായിരുന്നു. ഈ ഗ്ലോബിൾസിലെ ഷുഗർ ഓഫ് മിൽക്ക് അന്ന് ഉപയോഗിക്കുമായിരുന്നു, ഇന്നും ഉപയോഗിക്കും. അപ്പൊ പൊടിയായിട്ട് കൊടുത്തപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു കൊടുത്തു, ഇത് ഒരിക്കലും കുഞ്ഞിന്റെ വായിക്കകത്തിട്ട് കൊടുക്കരുത്, നിങ്ങൾ വെള്ളത്തിൽ അലിപ്പിച്ചേ കൊടുക്കാവുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ അവര് പക്ഷെ എന്തെടുത്തു, ഇത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവച്ചു. വയസ്സായ തള്ള എന്തെടുത്തു, ഈ പൊടിയെടുത്ത് കൊച്ചിന്റെ വായിക്കകത്തിട്ട് കൊടുത്തു. കൊച്ച് ശ്വാസം മുട്ടി മരിച്ചു. ഒരാൺകുഞ്ഞായിരുന്നു. അങ്ങേർക്ക് വേറെ മൂന്ന് പെൺകുട്ടികളോ മറ്റാ. അങ്ങനെ ആ കുട്ടി. അപ്പൊ ഞാൻ എപ്പോഴും ആ കാര്യം ഓർക്കും. അതിന് ഈ എന്താ വെച്ചാൽ നമ്മള് പറഞ്ഞു കൊടുക്കുന്നത് തള്ളയടക്കല്ല. ഈ തള്ള മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയപ്പോഴായിരിക്കും ഈ വല്യമ്മ എടുത്ത് മരുന്നെടുത്ത് കുഞ്ഞിന്റെ വായിക്കും. ഈ പൊടി കലക്കിയിട്ട് വേണം അത് കൊടുത്ത് അതിന്റെ വെള്ളം വേണം കൊടുക്കാൻ. ഞാൻ എല്ലാം എഴുതി വരെ കൊടുത്തു വിട്ടതാ. പക്ഷെ എന്ത് ചെയ്യാനാ, മരിച്ചുപോയി. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുകയായിരുന്നു. ഏതായാലും നല്ല കാര്യം സാറേ അതൊക്കെ പറഞ്ഞു തരുന്നതില്. നമ്മളും പ്രാക്ടിക്കലായിട്ട് ഇതൊന്നും അറിഞ്ഞുകൂടാത്തൊരു കാര്യങ്ങളാണ്. അതിനതില് വളരെ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഇന്നുവരെ ചെയ്തിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇത് പൊടിച്ചു കൊടുക്കാൻ പറയത്തേ ഉള്ളൂ നമ്മുടെ ഇതൊക്കെ കൊടുത്തിട്ടുള്ള. അതിലും നന്ദി സാറേ. ഏതായാലും ഇന്നത്തെ നമ്മുടെ ക്ലാസ് 15 മിനിറ്റ് കൂടെ മുന്നോട്ടായിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്തേണ്ടതുണ്ട്. ഈ ക്ലാസ്സിൽ നമുക്ക് ലതാ മനോഹരൻ ഡോക്ടർ ആദ്യം തന്നെ ധനേഷ് ഡോക്ടർ ഇൻട്രൊഡക്ഷൻ തന്നു. പിന്നെ ലതാ മനോഹരൻ ഡോക്ടറുടെയും ശാന്താചന്ദ്രൻ ഡോക്ടറുടെയും അനുഭവങ്ങളും പരിചയങ്ങളും പറഞ്ഞു തന്നു. അതുപോലെ ഹരിഹരൻ ഡോക്ടർ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അനിൽകുമാർ ഡോക്ടറും അതിന്റെ പങ്കുചേർന്നു.
അങ്ങനെ ഇന്നത്തെ നമ്മുടെ 1405 സൂം പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി തീർന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ സൂം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു മൈക്രോ ഒപ്താൽമോസ് വിത്ത് ലാർജ് കൊളബോമ, അത് ആർക്കെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. മൈക്രോ ഒപ്താൽമോസ്, അതായത് കണ്ണ് ചെറുതായിട്ടിരിക്കുന്നു, അതിന്റെ കൂടെ ഒരു ലാർജ് കൊളബോമ, അതിനകത്തൊരു ചെറിയ ട്യൂമർ പോലത്തെ സാധനം റെറ്റിനയില്. അപ്പൊ കാഴ്ച കുറവാണ്. ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല അതിനകത്ത്. അതൊക്കെ നമ്മള് പേഷ്യന്റ് വന്ന പേഷ്യന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി എന്താണ് അതിന്റെ സിംറ്റം എന്നൊക്കെ നോക്കിയിട്ടൊക്കെ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ സിംറ്റം മീൻസ് അതിന് നേരെ നോക്കിയ മുന്നിലൊന്നും കാണില്ല. കണ്ണിന്റെ ലാറ്ററൽ സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാല് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒരു രൂപം കാണും, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ കാഴ്ച കണ്ണിനില്ല. എന്നാൽ മറ്റേ കണ്ണ് നോർമലാണ്, അത് നോർമലായിട്ടെല്ലാം കാണുന്നുണ്ട്. കിട്ടും ഡോക്ടറെ. കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്താൽ മതിയെ. അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അല്ല, ഇത് ഈ സിംറ്റം ഉണ്ടെങ്കിൽ ഈ സിംറ്റം നമ്മൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ കൊറേയൊക്കെ റെഫർ ചെയ്തു, എനിക്ക് അങ്ങനെ കിട്ടിയില്ല. പക്ഷെ ഞാനത് പറയുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് കൺജങ്ക്റ്റിവൈറ്റിസ് വന്നിട്ടുണ്ടായിരുന്നു, ആ കണ്ണിന് മാത്രം. അപ്പൊ ചുമപ്പും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ എത്ര പ്രായമുണ്ട്? 24 വയസ്സ്. അപ്പൊ കാഴ്ച ലാറ്ററൽ സൈഡിൽ കൂടെ നോക്കുമ്പോൾ മാത്രം രൂപം കാണാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണും. രണ്ട് കണ്ണിനും അങ്ങനെയാണോ? അല്ലല്ല, ഒരു കണ്ണിന് മാത്രം. ലെഫ്റ്റോ റൈറ്റോ? അതിന് റൈറ്റ്. ഇപ്പൊ പൾസാറ്റില കൊടുത്തു, അതിൻ്റെ കൂടെ ആർണിക്ക ഞാൻ കൊടുത്തിരുന്നു. അപ്പൊ അതിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി പുള്ളി ചെയ്താൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ. അപ്പൊ അത് ജന്മനാ അതിനങ്ങനെ ഉള്ളതായിരുന്നു. അപ്പൊ ഈ 24 വയസ്സ് വരെ അതിനൊന്നും ചെയ്തില്ല. ഇപ്പൊ ഈ കൺജങ്ക്റ്റിവൈറ്റിസ് വന്നപ്പോ ഈ മനസ്സ് കൊടുത്തപ്പോഴാണ് കൊച്ചു പറയണത്, ഇച്ചിരി എനിക്ക് വ്യത്യാസം തോന്നുന്നുണ്ട്, കണ്ണ് ഇച്ചിരിയുടെ കാഴ്ച കിട്ടുന്നുണ്ടെന്ന്. അപ്പൊ അതിന്റെ നോട്ട്സ് ഒക്കെ ഡെഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവര് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് ഞാനൊരു ഒരു ഫോർമുല പറഞ്ഞു തരാം, പക്ഷെ സിംഗിൾ മെഡിസിൻ ഒന്നും അല്ല. പറഞ്ഞോളൂ ഡോക്ടറെ. ഒരാൾക്ക് ഒരു കാഴ്ച കിട്ടിയ ഏതാ? സിംഫൈറ്റോ വണ്ണം. കേട്ടില്ല. സിംഫൈറ്റം വണ്ണം. ഉച്ചയ്ക്ക് റൂട്ട വണ്ണം, രാത്രി ഫൈസോസ്റ്റിഗ്മ വണ്ണം. ഇത് ഇങ്ങനെ ഓരോ 3 നേരമായിട്ട് 10 ദിവസം കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വരാൻ പറയും. ഇത് 3 വണ്ണം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ കൊടുത്തിട്ട്. ഉച്ചയ്ക്ക് രാത്രിയില് 10 ദിവസം കൊടുത്തിട്ട് വരാൻ പറയും. ഓക്കെ. എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ 3 ദിവസം കൊച്ചു കൊടുക്കാം അല്ലേ? 3 ദിവസം, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയില് 10 ദിവസം. ജർമ്മൻ തന്നെ വേണം, ജർമ്മൻ. അതെയോ? കാഴ്ച കിട്ടുന്നെങ്കിൽ വിളിച്ചു പറയാം. ഓക്കെ, പറയാം. അപ്പൊ ഇതിനകത്ത് ഒരു ചെറിയ ട്യൂമർ ഒന്നുമില്ല, ഒരു സ്പെസിഫിക് ആണ്. സ്പെസിഫിക് ആണോ? ഓക്കെ, സ്പെസിഫിക് ആണ്. താങ്ക് യു ഡോക്ടർ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് വിവരം പറയാം. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മുടെ സൂം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഒരു ദിവസം കൂടെ ഈ വിഷയം വെക്കാനായിട്ട് നമുക്ക് പറയാം ധനേഷ് ഡോക്ടറോട്. നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.